Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon. Good afternoon, ma'am. Good Good afternoon. afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. Okay, we can start. Ara prayer. മാം പറയട്ടെ, നമ്മള് മൂന്ന് പേര് കൂടിയിട്ടാണ് പ്രയർ ചൊല്ലുന്നേ. Very good. ഓഡിയോ ഡിസ്റ്റർബൻ ആവുമോ? നിങ്ങൾ 3 പേരും 3 സ്ഥലത്താണോ? 3 പേര് 3 സ്ഥലത്താ. നമുക്ക് നോക്കാം. ശരി, പറഞ്ഞു നോക്കട്ടെ. എങ്ങും നിറയും വെളിച്ചമേ, എൻ കരളിൽ കുടിയിരിക്കണമേ, എന്റെ പാദം ഇടറാതിരിക്കുവാൻ എന്നും എന്നിൽ കൃപ ചൊരിയണമേ. പൂവിലൂറുന്ന പുഞ്ചിരി നീയല്ലോ, പുസ്തകം തരും ജ്ഞാനവും നീയല്ലോ, പുല്ലുമാടവും പൂവനി മേടയും തുല്യമായി തരും ശക്തിയും നീയല്ലോ. നല്ല ബുദ്ധിയായി എൻ്റെ മനസ്സിലും, നല്ല വാണിയായി നാവിൻ്റെ തുമ്പിലും, നല്ല ചെയ്തിയായി എന്നുടെ കയ്യിലും, നന്മയായി നീ നിറഞ്ഞിരിക്കണമേ. ഇങ്ങുമിങ്ങും വെളിച്ചമേ, എൻ കരളിൽ കുടിയിരിക്കണമേ. താങ്ക് യു മിസ്. താങ്ക് യു മാം. വെരി നൈസ്. നമ്മുടെ ലിമിറ്റേഷൻസിനെയൊക്കെ നമ്മളിങ്ങനെ ബ്രേക്ക് ചെയ്യുവാണ് അല്ലെ? ഓൺലൈൻ ആണ്. ആ ലിമിറ്റേഷൻസിനൊക്കെ ബ്രേക്ക് ചെയ്തോണ്ട് നിങ്ങൾ 3 പേര് 3 സ്ഥലത്ത്. 3 പേരുടെ സ്ഥലം എവിടെയാ? Where is your place? മലപ്പുറം തിരൂര്. കോഴിക്കോട് ജില്ലയില് കുറ്റിയാടിക്കടുത്ത്. ഓക്കെ ഓക്കെ. എന്താ സൈൻ ഇൻ ഉണ്ടോ? മാം ഞാൻ ചെയ്യാം. Every day is a fresh start. Embrace new challenges with positive and let your inner light shine. ഓരോ ദിവസവും ഓരോ പുതിയ തുടക്കമാണ്. പുതിയ വെല്ലുവിളികളെ ആത്മവിശ്വാസത്തോടു കൂടി സ്വീകരിച്ച് നിങ്ങളുടെ ഉള്ളിലെ പ്രകാശം തെളിയട്ടെ. സൈനിങ് ബൈ സെലിൻ. മാം തോട്ട് ഓഫ് ദ ഡേ ചെയ്യട്ടെ. ഇപ്പൊ കഴിഞ്ഞതും ഏതാണ്ട് തോട്ട് ഓഫ് ദ ഡേ ആയിരുന്നു. പറയൂ. ഇന്നത്തെ ചിന്താ വിഷയം സംസാരിക്കുന്നത് ഫാത്തിമ മൊസിന. ലോകത്തിലെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം എന്താണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഉണ്ടാവില്ല അല്ലേ? ലോകത്തിലെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം സ്വന്തം തെറ്റുകൾ മനസ്സിലാക്കുക എന്നതും അത് സമ്മതിക്കുക എന്നതുമാണ്. എന്നാൽ ലോകത്തിലെ ഏറ്റവും എളുപ്പമുള്ള കാര്യം ഏതാണ്? നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? അതും ഉണ്ടാവില്ല അല്ലേ? ലോകത്തിലെ ഏറ്റവും എളുപ്പമുള്ള കാര്യം മറ്റുള്ളവരുടെ തെറ്റുകൾ കണ്ടെത്തി അവ പറഞ്ഞു നടക്കുക എന്നതാണ്. ഇനി നമുക്ക് ചിന്തിക്കാം, എളുപ്പമുള്ള കാര്യം ചെയ്യണോ അതോ ബുദ്ധിമുട്ടുള്ള കാര്യം ചെയ്യണോ എന്ന്. എന്നിട്ട് നാം കണ്ടെത്തുന്ന ശരിയായ ഉത്തരം നമുക്ക് ഇന്നു മുതൽ നടപ്പിൽ വരുത്താം. താങ്ക് യു മിസ്. വെരി ഗുഡ്, നൈസ് തോട്ട്. ഓക്കെ, കുറച്ച് ഡീറ്റെയിൽസ് കാരണം ഞാൻ ഒന്ന് നോട്ട് ചെയ്ത് വെക്കട്ടെ. എക്സാമിന്റെ മറ്റുള്ള ബാച്ചിലെ എക്സാമിന്റെ തിരക്കുകൾ, അപ്പം എനിക്ക് സമയം പോലെ തരാമെന്ന് വെച്ചിട്ടായിരുന്നു. നമ്മളിപ്പോ എടുക്കുന്ന പോർഷൻ യൂണിറ്റ് 3 കഴിഞ്ഞോ? പാർട്ട് 3-ലെ ലോ ഓഫ് നാച്ചുറൽ ഡെവലപ്മെന്റ് കഴിഞ്ഞോ? ഇനിയില്ലേ? ഇനിയാണല്ലോ. നമ്മൾ യൂണിറ്റ് 7 സ്റ്റാർട്ട് ചെയ്തോ? സ്റ്റാർട്ട് ചെയ്തു മാം. യൂണിറ്റ് 7-ലാണ് നമ്മൾ. ഓക്കെ, ഫൈൻ. നിങ്ങൾക്ക് ഏത് യൂണിറ്റ് വരെയുള്ള മോക്ക് ടെസ്റ്റ് കിട്ടി? ഞാൻ എടുക്കുന്നതിൽ ഞാനിപ്പോ മോഡ്യൂൾ 1-ലെ പാർട്ട് 3 തുടങ്ങിയിട്ടാണ് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്തത്. അതില് 1, 2, 3 കംപ്ലീറ്റ് ചെയ്തു. 1ഉം 2ഉം ഞാൻ ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്, അതിവിടെ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. 3 തന്നിരുന്നു. ലോസ് ഓഫ് നാച്ചുറൽ ഡെവലപ്മെന്റ് ക്വസ്റ്റ്യൻസ് തരാനുണ്ടല്ലേ?
അസൈൻമെന്റ്സ് വോയിസ് ബ്രേക്ക് ആവുന്നുണ്ടോ? എന്റെ വോയിസ് ക്ലിയർ അല്ല, വോയിസ് ഇഷ്യൂ ഉണ്ടോ? മിസ്സിനെ ശരിക്കും കാണാൻ പറ്റുന്നില്ല ക്ലിയർ മിസ്സേ. ആയിട്ട് കാണുന്നില്ല. ബ്ലറായിട്ടാ മിസ്സിനെ കാണുന്നത്. ബ്ലേർഡ് ആയിട്ട് എന്റെ ബാക്ക്ഗ്രൗണ്ട് ബ്ലേർഡ്. വോയിസും ക്ലിയർ ആവുന്നു. ക്ലിയർ ആണ്. എന്റെ കാണുന്നില്ല. ഫേസ് ബ്ലർ ആവണം മാം. ക്ലിയർ അല്ല മിസ്. എന്റെ ക്യാമറയ്ക്ക് എന്തോ പറ്റിയിട്ടുണ്ട്. ഇപ്പൊ ഓക്കെയാണ് മാം. പക്ഷേ മാമിന്റെ സൗണ്ട് ബ്രേക്ക് ആയി പോന്നു. ഇപ്പൊ വിഷ്വൽ ഓക്കെ ആണ് മാം. റേഞ്ച് ഇഷ്യൂ ആണെന്ന് തോന്നുന്നു. ആണോ? അതെ മാം. ഞാൻ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് ബ്ലേർഡ് ആക്കി വെച്ചതാണ്. വീഡിയോ അല്ലേ? ഇപ്പൊ പെർഫെക്റ്റ് ആണ്. വോയിസും ക്ലിയർ ആണ്. വോയിസ് ക്ലിയർ ആയോ? ഇപ്പൊ ക്ലിയർ ആണ്. ക്ലിയർ ആയി മാം, ക്ലിയർ ആയി. ഓക്കെ. എനിക്ക് എക്സാമിനെ കുറിച്ച് എന്തോ ഒരു മെസ്സേജ് ഉണ്ട്. MCQവിൽ നിന്ന് മാത്രമാണോ എക്സാമിന് വരിക? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ എക്സാം MCQ ആണ്. ബട്ട് നമ്മൾക്ക് ഓരോ യൂണിറ്റിലും 5 ക്വസ്റ്റ്യൻ 6 ക്വസ്റ്റ്യൻ അങ്ങനെയൊക്കെയല്ലേ തന്നിട്ടുള്ളൂ. അതിൽ നിന്നും കൂടുതൽ പ്രതീക്ഷിക്കാം. തന്നത് മാത്രമല്ല, അല്ലാതെയും വരാം. പിന്നെ അസൈൻമെന്റ്സ് ഞാൻ തന്നിട്ടുള്ളത് ഏതൊക്കെയാണെന്നൊന്ന് പറയാമോ? അറിയാമോ സോറി അസൈൻമെന്റ്? എഡ്യൂക്കേഷനെ കുറിച്ചിട്ടുള്ള കോഡ്സ് ഗാന്ധിജിയുടെയും APJ അബ്ദുൽ കലാമിന്റെയും മറിയാം മോണ്ടിസോറിയുടെയും. പിന്നെ ഹാപ്പിനെസ്, നമ്മുടെ ഹാപ്പിനെസ് നമ്മുടെ കൈകളിലാണ്, അങ്ങനെ അതിനെ കുറിച്ചിട്ടുള്ള നമ്മുടെ അഭിപ്രായം അത് തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ മിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഹെലൻ കെല്ലറെ കുറിച്ചിട്ട് ഒരു സ്റ്റോറി, ആനി സൊളിവനും ഹെലൻ കെല്ലറും ആ സ്റ്റോറി ഒന്ന് എഴുതാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ബസ്സിൽ. ഇത്രയുണ്ട്. സർവേ റിപ്പോർട്ട്. സർവേയുടെ സർവേ എല്ലാരും ചെയ്തോ? ചെയ്തു മാം. നിങ്ങൾക്ക് റെക്കോർഡ് ഡീറ്റെയിൽസ് തന്നത് ഞാനായിരുന്നോ അപർണ മിസ് ആണോ? അപർണ മിസ്സാണ്. റെക്കോർഡ് നിങ്ങൾ എവിടെ വരെയായി? ഓക്കെ ഫൈൻ. MCQന്റെ കാര്യം ആക്കിയില്ല ടീച്ചർ പറഞ്ഞിട്ട്. MCQ നിങ്ങൾക്ക് ഓരോ ചാപ്റ്റർ കഴിയുമ്പോൾ MCQ തരും. അത് കൂടി വന്നാൽ 5 ക്വസ്റ്റ്യൻസ് 6 ക്വസ്റ്റ്യൻസ് ഒക്കെ വരുള്ളൂ. മാക്സിമം 10 ക്വസ്റ്റ്യൻസ്. നമ്മൾ എക്സാമിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ തന്ന MCQ തന്നെ വരണം എന്നില്ല. ചാപ്റ്ററിന്റെ MCQ തന്നിട്ടില്ലല്ലോ. ഏതാണ് ടീച്ചർ ഇപ്പൊ എടുത്ത എല്ലാ ചാപ്റ്ററിന്റെയും തന്നിട്ടില്ലല്ലോ. അതാണ് പറഞ്ഞ് മുഴുവനാക്കാത്തെ. ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്, പിന്നെ തന്നിട്ടുണ്ട്. ഞാൻ മോഡ്യൂൾ 1 പാർട്ട് 3 1, 2, 3 കംപ്ലീറ്റ് ചെയ്തു. അതിലെ 1ന്റെയും 2ന്റെയും MCQ ഞാൻ തന്നു. അത് തന്നിട്ടുണ്ട്. തേർഡ് യൂണിറ്റിന് തന്നിട്ടില്ല. അത് എന്റെ പ്രിപ്പയർഡ് ആയിട്ടിരിക്കുന്നുണ്ട്. അത് അയച്ചു കൊടുത്താൽ മതി. തേർഡ് യൂണിറ്റിന്റെയാണ് തരാനുള്ളത്. ഇപ്പൊ ഞാൻ എടുക്കുന്നത് യൂണിറ്റ് 7 ആണ്. അത് കഴിഞ്ഞിട്ടില്ലല്ലോ. സർവേ എല്ലാരും ചെയ്തോ? ചെയ്തു മിസ്. ചെയ്തോണ്ടിരിക്കുന്നു മിസ്. ഓക്കെ. യൂണിറ്റ് 7 എവിടം വരെയായി? ഫ്രീഡം അവിടെ നിന്നാണ് ഇനി സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് പ്രിപ്പയർഡ് എൻവയോൺമെന്റില് അത് നമ്മൾ പറഞ്ഞു. ഇനി ഫ്രീഡം തൊട്ടിട്ട് ആ കണ്ടന്റ്സ് ആണ് ഇനി പറയാനുള്ളത്.
സോ നമ്മള് മോണ്ടിസോറി പ്രിപ്പയർഡ് എൻവയോൺമെന്റ് ആയിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. സോ അതില് നമുക്കറിയാം മോണ്ടിസോറി പ്രിപ്പയർഡ് എൻവയോൺമെന്റിൽ ഫ്രീഡം ഉണ്ട്. പുറത്തുനിന്ന് ഒട്ടും അറിയാത്ത ഒരാളുടെ ധാരണ കുട്ടികൾക്ക് എന്തും ചെയ്യാം, എങ്ങനെ പെരുമാറാം, ആ രീതിയിലുള്ള ഫ്രീഡം ആണെന്നാണ്. ബട്ട് ആക്ച്വലി ഇറ്റ് ഈസ് ഫ്രീഡം വിത്തിൻ ദ ലിമിറ്റ്സ്. അതിനൊരു എക്സാമ്പിൾ ആയിട്ട് പറയുവാണെങ്കിൽ നമ്മൾ മോണ്ടിസോറി പ്രിപ്പയർഡ് എൻവയോൺമെന്റിൽ, അതായത് മോണ്ടിസോറി ക്ലാസ് റൂം എന്ന് പറയുന്നത് ചിൽഡ്രൻസ് ഹൗസ് ആണത്. അവിടെ കുട്ടികൾക്ക് പല ആക്ടിവിറ്റീസ് ചെയ്യാനുള്ള മെറ്റീരിയൽസ് ഡിസൈൻ ചെയ്തിട്ടുണ്ടാവും. കുട്ടികൾക്ക് എടുക്കാവുന്ന രീതിയിൽ ഹൈറ്റില് ഷെൽഫിലൊക്കെ ആയിരിക്കും വെച്ചിട്ടുണ്ടാവുന്നത്. ഈ മെറ്റീരിയൽസ് കുട്ടികൾ അവരുടെ ഇഷ്ടത്തിന് പോയി എടുത്തിട്ട് ഇവരിത് ചെയ്യുന്നതിന് മുമ്പ് ഈ അവിടെ എല്ലാ സ്ഥലത്തും ആ ക്ലാസ് റൂമിൽ അവിടെയായിട്ട് മാറ്റ്സ്, ചെറിയ മാറ്റ് അല്ലേ നമ്മളിപ്പോ ഡോറിന്റെ അവിടെയൊക്കെ ഇടുന്ന ആ മാറ്റിന്റെ ആ ഒരു അത്രയും വലുപ്പം വരുന്ന രീതിയിലുള്ള റഗ് അല്ലെങ്കിൽ മാറ്റ്, അത് ഒന്നെങ്കിൽ ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഫോൾഡ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ആണെങ്കിൽ ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ റോൾ ചെയ്യുന്ന ടൈപ്പ് ആണെങ്കിൽ ഇങ്ങനെ നമ്മൾ യോഗ മാറ്റ് ഒക്കെ നമുക്ക് ചുരുട്ടിയല്ലേ വെക്കാൻ പറ്റുള്ളൂ, റോൾ ചെയ്തല്ലേ വെക്കുന്നത്, മടക്കി വെക്കാൻ പറ്റുമല്ലോ. അങ്ങനത്തെ ടൈപ്പ് മാറ്റ് ആണെങ്കിൽ റോൾ ചെയ്തും വെച്ചിട്ടുണ്ടാവും. അപ്പൊ കുട്ടികള് ആക്ടിവിറ്റി ചെയ്യുന്നതിന് മുമ്പ് പോയിട്ട് ഈ മാറ്റ് എടുക്കും. ഫോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്ന മാറ്റ് ആണെങ്കിൽ അവരുടെ ആ ഒരു സ്പേസിൽ വന്നിട്ട് ഈ മാറ്റ് അൺഫോൾഡ് ചെയ്യും. ഇനി റോളിംഗ് ആണെങ്കിൽ അൺറോൾ ചെയ്യും. റോൾ ചെയ്തിട്ട് എടുത്തുകൊണ്ട് വന്ന മെറ്റീരിയൽസ് ഇതിന്റെ മുകളിൽ വെച്ചാണ് ചെയ്യുന്നത്. അതിന് പല കാര്യങ്ങളുണ്ട് എന്തുകൊണ്ടാണ് ആ മാറ്റ് യൂസ് ചെയ്ത് ചെയ്യുന്നത്. ചില മെറ്റീരിയൽസിനെല്ലാം ഒരു സ്ഫെറിക്കൽ ഷേപ്പ് ആയിരിക്കും, ഉരുണ്ട ഷേപ്പ് ആയിരിക്കും. അപ്പൊ അല്ലാതെ സർഫസിൽ വെച്ച് കഴിഞ്ഞാൽ അതങ്ങ് ഉരുണ്ടു പോകും, റോൾ ചെയ്തു പോകും. അതേസമയം റഫ് ആയിട്ടുള്ള മാറ്റ് പോലുള്ള ഇതിന്റെ മുകളിൽ വെച്ച് കഴിഞ്ഞാൽ അതങ്ങനെ ഉരുണ്ടു പോവില്ല, അങ്ങനെ തന്നെ ഇരിക്കും. ഇനി ഇത് മാത്രമല്ല, ആ മാറ്റിന്റെ ആ ലിമിറ്റഡ് സ്പേസിലിരുന്ന് കുട്ടി ആക്ടിവിറ്റി ചെയ്യും. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള കുട്ടികളെ ഡിസ്റ്റർബ് ചെയ്യില്ല. എല്ലാ കുട്ടികളും ഇതുപോലെ മാറ്റ് എടുത്തുകൊണ്ട് വന്നിട്ട് അതിന്റെ മുകളിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു ലിമിറ്റഡ് സ്പേസിൽ അത് മാത്രമാണ് അവന്റെ ആക്ടിവിറ്റി സ്പേസ്. ഓടി നടന്നും ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ അവിടെ ഇരുന്ന് ചെയ്യണം എന്നുള്ളത് അവൻ ആദ്യം അറിയാം. ഈ മാറ്റിൽ വെച്ച് വേണം എല്ലാം ചെയ്യാനുള്ളത് ആദ്യം അറിയാം. അല്ലെങ്കിൽ ചെറിയ ടേബിൾസ് ഉണ്ട്, ടേബിളിന്റെ മുകളിൽ വെച്ച് ചെയ്യണം എന്നുള്ളതും കുട്ടിക്കറിയാം. അപ്പൊ അങ്ങനെ വരുമ്പോ മറ്റു കുട്ടികൾക്ക് ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാവില്ല, ക്ലാസ്സിന്റെ ആ ഒരു പീസ് അതിനെയും ബാധിക്കില്ല. അപ്പൊ അങ്ങനെ കുറെ ഈവൻ മൈന്യൂട്ട് ആയിട്ടുള്ള സാധനങ്ങൾ വരെ, ഇപ്പൊ മാറ്റ് നമ്മൾ സാധാരണ രീതിയിൽ യൂസ് ചെയ്യുന്ന റഗ്, നമ്മൾ കാല് ചവിട്ടാനൊക്കെ ഉപയോഗിക്കുന്ന രീതിയിലുള്ളത്, അതിന് ഇത്രയും ഇമ്പോർട്ടൻസ് മോണ്ടിസോറിയിലെ പ്രാക്ടിക്കൽ ഏരിയയിൽ ഉണ്ടെന്നുള്ളത് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവും. കുട്ടികളിലെ ഒബീഡിയൻസ്, ഡിസിപ്ലിൻ അത് ഫോം ചെയ്യുന്നത് നമ്മൾ സാധാരണ ടോയ്ലറ്റിന്റെ ഫ്രണ്ടിൽ ഇടുന്ന ഒരു മാറ്റാണ് അല്ലെ, ചവിട്ടുന്ന ഒരു മാറ്റ്. അതിന്റെ ഇമ്പോർട്ടൻസ് മോണ്ടിസോറി എൻവയോൺമെന്റിൽ വന്നപ്പോഴേക്കും അതിന്റെ രീതി മാറിയത് കണ്ടു. ഓക്കെ, ഇതൊക്കെയാണ് ആ ഒരു എൻവയോൺമെന്റിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മൾ പ്രിപ്പയർഡ് എൻവയോൺമെന്റിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു. അതിന് കുറെ ബേസിക് എലമെന്റ്സ് ഉണ്ട്, അതിനനുസരിച്ചാണ് അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഫ്രീഡം, പിന്നെ സ്ട്രക്ചർ ആൻഡ് ഓർഡർ, റിയാലിറ്റി ആൻഡ് നേച്ചർ, എല്ലാം റിയാലിറ്റി അല്ലെങ്കിൽ നേച്ചറുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാവും. അവിടെ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള സാധനങ്ങളൊന്നും ഇല്ല. ഇവിടെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടായിരിക്കും ആ സറൗണ്ടിങ്സ് വെച്ചിരിക്കുന്നത്. പിന്നെ അങ്ങനെ മോണ്ടിസോറി മെറ്റീരിയൽസ് ഉണ്ട് അവിടെ. വളരെ നീറ്റ് ആയിട്ടും നല്ല ക്ലീൻ ആയിട്ടും വളരെ സൂക്ഷിച്ചാണ് മോണ്ടിസോറി മെറ്റീരിയൽസ് വെച്ചിരിക്കുന്നത്. ആൻഡ് ദ ഡെവലപ്മെന്റ് ഓഫ് കമ്മ്യൂണിറ്റി ലൈഫ്. അപ്പൊ ഈ ചെറിയൊരു ഏരിയയിൽ നിന്ന് കുട്ടികൾ പഠിക്കുന്ന പല കാര്യങ്ങളും അവർ സൊസൈറ്റിയിലേക്ക് ഇറങ്ങുമ്പോൾ, അവരുടെ ലൈഫിലേക്ക് ഇറങ്ങുമ്പോൾ ഇതിന്റെ ഒരു ഇമ്പാക്ട് ഉണ്ടാകും. അവരിൽ ഡിസിപ്ലിൻ, ഓർഡർ, ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നതിനുള്ള ഓർഡർ, ഇതെല്ലാം അവരിൽ ഫോം ചെയ്യാണ്. പിന്നെ ഫസ്റ്റ് ബേസിക് എലമെന്റ്സ്, ആ ഒരു കൺസെപ്റ്റ് എന്താണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ദാറ്റ് ഇസ് ഡെഫിനറ്റ്ലി ദ ഫ്രീഡം. ഫ്രീഡം കൊടുക്കുന്നു. ഒന്നും അറിയാത്തൊരാളുടെ ധാരണ അവിടെ ഭയങ്കര ഫ്രീഡം ആണ്, കുട്ടികൾക്ക് എന്ത് ചെയ്യാന്നുള്ളതാണ്. ബട്ട് ദാറ്റ് ഇസ് നോട്ട് ദ റൈറ്റ് തിങ്. അവിടുത്തെ ഫ്രീഡം എങ്ങനെയാണെന്നുള്ളത് നമ്മൾ ഇനി നോക്കാൻ പോവാണ്. ഓക്കെ, അപ്പൊ ഫ്രീഡം എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത് മുഴുവനും വായിക്കണം. അവിടെ ഒരു 2 പാരഗ്രാഫ്സ് ഉണ്ട്. ആ ഫ്രീഡത്തിന്റെ ഓരോരോ ഏരിയകളാണ് നമ്മൾ നെക്സ്റ്റ് പറയുന്നത്. എന്തിനോടുള്ള ഫ്രീഡം ആണ്, ആളുകളോടാണോ, മെറ്റീരിയൽസിനോടാണോ, എന്തിനോടൊക്കെയുള്ള ഫ്രീഡം ആണെന്നുള്ളത് നമ്മൾ ഓരോന്നായിട്ട് 1 by 1 ആയി നോക്കും. അപ്പൊ ഇതാരാ റെഡി ചെയ്യാൻ, ഫ്രീഡം മുഴുവൻ വായിക്കാൻ റെഡി ആയിട്ടുള്ളത് ആരാ? ഞാൻ വായിക്കാം. Freedom. Very often people think of freedom as doing what we like, which is not in the case with authoritative Montessori education.
One day, a lady called on Montessori's school. She thought that in the school the children did what they like as school was famous for its freedom. A little boy happily told her that it is not that we do as we like, but we like what we do. This is a brilliant example of what actual freedom is. Freedom in the Montessori classroom means we to do what is right. The child and the teacher work in combination in a designed environment to construct a community. The child learns to respect the rules. Choice is given for the child to select his own activity. The after effect of this freedom is self discipline, concentration, individuality, and social interaction. Freedom is important for two reasons. First, it is only an atmosphere of freedom that the child can disclose himself to us. Since the teacher is to help the child's psychic development, the teacher should have the opportunity to watch the children in a free and open environment. Second, if the child owns within himself the pattern for his own development, this inner guide must be permitted to direct the child's growth. Montessori described a classroom that had gained her concept of freedom as a room in which all the children move about usefully, intelligently, and voluntarily without committing any rough and rude act. So, ഫ്രീഡം പറഞ്ഞല്ലോ. പുറത്തുനിന്ന് നോക്കുന്നവർക്ക് അവിടെ ഭയങ്കര ഫ്രീഡം ആണെന്നുള്ള രീതിയിൽ അങ്ങനെ ഒരു ലേഡി മോണ്ടിസോറി സ്കൂളിലേക്ക് വരികയാണ്. അവരുടെ കാരണം അവിടെ ഭയങ്കര ഫ്രീഡം ആണ് രീതിയിൽ. അപ്പൊ ഒരു കുട്ടി, ഒരു ലിറ്റിൽ ബോയ് ഹാപ്പിലി പറയുവാണ്, ഞങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യുക എന്നുള്ളതല്ല, ചെയ്യുന്നതിന് ഇഷ്ടപ്പെടുക എന്നുള്ളതാണ് ആ ഒരു ഫ്രീഡത്തിന്റെ രീതി എന്നുള്ളതാണ്. വളരെ ഇന്റലിജന്റ് ആയിട്ട് റിപ്ലൈ ചെയ്തു. അതായത് ഡൂയിങ് വാട്ട് വി ലൈക്ക് അതല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അതോറിറ്റേറ്റീവ് ഒരു മോണ്ടിസോറി എഡ്യൂക്കേഷനിൽ ആളുകൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ളത് ചെയ്യുക, അതല്ല നമ്മൾ ചെയ്യുന്നതിന് ഇഷ്ടപ്പെടുക, ആ ഒരു രീതിയാണ് മോണ്ടിസോറി എൻവയോൺമെന്റിലുള്ളത്. ഒരു ബ്രില്യന്റ് എക്സാമ്പിൾ ആണ് വാട്ട് ഇസ് ആക്ച്വൽ ഫ്രീഡം എന്നുള്ളത്. നമുക്ക് മറ്റുള്ളവരെ ഡിസ്റ്റർബ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതല്ലല്ലോ ഫ്രീഡം എന്നുള്ളത്. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ അത് കറക്റ്റ് ആയിട്ട് നോട്ട് ചെയ്തിട്ടുണ്ട്. ആളുകൾ അതിനെ തെറ്റായി വിചാരിക്കും. എനിക്ക് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്, എനിക്ക് എന്ത് വേണേലും ചെയ്യാം, എനിക്ക് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ ഈ കുഞ്ഞുങ്ങൾക്ക് അത് ചെറുപ്പത്തിലേ കിട്ടുവാണ്. അങ്ങനെയുള്ളതല്ല ഫ്രീഡം എന്നുള്ളത് അവർക്ക് ചെറുപ്പത്തിലേ അത് മനസ്സിലാവുക. കുട്ടികളും ഫെസിലിറ്റേറ്ററും ഒരുമിച്ചിരുന്നാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ആ എൻവയോൺമെന്റില് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. ഓരോന്ന് ചെയ്യുമ്പോൾ ഈവൻ അവിടെ ടീച്ചർ ഷൗട്ട് ചെയ്തോ സ്റ്റിക്ക് എടുത്തിട്ടോ വടിയെടുത്തിട്ടോ അല്ല കുട്ടികളെ ഡിസിപ്ലിൻ പഠിപ്പിക്കുന്നതും ഓരോ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നതും. കുട്ടി അതെല്ലാം ആ കൊടുക്കുന്ന റൂൾസ് അത് ഫോളോ ചെയ്യാനായിട്ട് ഇഷ്ടപ്പെട്ട് തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. ആ രീതിയിലാണ് അവിടെ ഇൻസ്ട്രക്ഷൻസും റൂൾസും ഗൈഡ് ചെയ്യുവാണ് ശരിക്കും കുട്ടികൾ. ഒന്നുമില്ലെങ്കിൽ അവരെ കാണിച്ചു കൊടുക്കുന്നു പലതും, അല്ലാതെ അവരോട് ഡയറക്ട്ലി ഒരു സ്റ്റേറ്റ്മെന്റ് പോലെ പറഞ്ഞ് അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നല്ല. ഈ ഫെസിലിറ്റേറ്റേഴ്സ് ഷോ ദം വാട്ട് ദേ ഹാവ് ടു ഡു, അവർ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് കാണിച്ചു കൊടുക്കുന്നു. സോ കുട്ടി അത് ഇഷ്ടപ്പെട്ട് അതിനെ റെസ്പെക്ട് ചെയ്ത് ചെയ്യും. പിന്നെ കുട്ടികൾക്ക് അവിടെ ഫ്രീഡം ഓഫ് ചോയ്സ് ഉണ്ട്. അവർക്ക് ഇഷ്ടപ്പെട്ട ആക്ടിവിറ്റി മെറ്റീരിയൽസ് അവിടെ പോയി സെലക്ട് ചെയ്യാം. അപ്പൊ അങ്ങനെ വരുമ്പോ അത് അവന് ഇഷ്ടപ്പെട്ട് ചെയ്യുന്നതാണല്ലോ. സോ ദാറ്റ് മീൻസ് അവൻ വളരെ കോൺസെൻട്രേഷനോട് കൂടിയും അറ്റൻഷനോട് കൂടിയിട്ടും ആ ഒരു ഡിസിപ്ലിനോട് കൂടിയിട്ടുമായിരിക്കും ഇരുന്ന് ചെയ്യുന്നത്. വേറൊരു ഡിസ്റ്റർബൻസും ഉണ്ടാക്കുന്നില്ല. ഫ്രീഡം ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ ടു റീസൺസ്. കുട്ടികൾക്ക് അവരുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ എല്ലാം പുറത്തേക്ക്, അതായത് അവർക്ക് എക്സ്പ്ലോർ ചെയ്യാൻ, അവർക്ക് കൂടുതൽ അവരുടെ ഇമാജിനേഷനോ ക്രിയേറ്റിവിറ്റിയോ എന്തെങ്കിലും വരുന്നത് പുറത്തേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന രീതിയിലുള്ള ഫ്രീഡം കൊടുക്കും. ഒരു കുഞ്ഞിരുന്ന് പടം വരയ്ക്കാന്ന് വിചാരിച്ചോ, അവൻ ഭയങ്കര രസമായിട്ട് അവൻ ചിലപ്പോൾ മുറ്റത്ത് നിൽക്കുന്ന ഒരു ചെടിയുടെയോ പൂവിന്റെയോ പിക്ചർ ആയിരിക്കും വരയ്ക്കുന്നത്. വരച്ചു വന്നപ്പോ അതുമായിട്ട് ചിലപ്പം അങ്ങനെ ഭയങ്കര മാച്ച് ഒന്നും ആയിരിക്കില്ല.
ഭയങ്കര സന്തോഷത്തോടു കൂടിയായിരിക്കും പടം വരച്ചിട്ട് നമ്മളെ കാണിച്ചു തരുന്നത്. അയ്യേ ഇതാണോ പൂവെന്ന് ചോദിക്കുന്നതോടുകൂടി ആ കുട്ടിയുടെ ആ വന്ന ഇമാജിനേഷനും ക്രിയേറ്റിവിറ്റിനെയും നമ്മളങ്ങ് തടസ്സപ്പെടുത്തുവാണല്ലോ. അതേസമയം നമ്മൾ അവനെ മോട്ടിവേറ്റ് ചെയ്യുമ്പോൾ അവന് കൂടുതലായിട്ട് പിന്നെയും കാര്യങ്ങൾ ചെയ്യാൻ തോന്നും. പിന്നെ നമ്മൾ ആദ്യമേ തന്നെ ഡീമോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ കുട്ടി പിന്നെ വരയ്ക്കാൻ പഠിക്കും. അതിന് ഭയങ്കര അവന്റെ ഈ സെൽഫ് കോൺസെപ്റ്റ് അതങ്ങ് ഇല്ലാണ്ടാവുക ചെയ്യുന്നത്. ആ ഒരു കോൺഫിഡൻസ് ലെവൽ നഷ്ടപ്പെടും. അപ്പൊ അങ്ങനെ കുട്ടികൾക്ക് അവരുടെ ഉള്ളിലുള്ള എല്ലാം ഡിസ്ക്ലോസ് ചെയ്യാനുള്ള ഒരു ഏരിയ കൂടിയാണ് ആ ഒരു പ്രിപ്പയർഡ് എൻവയോൺമെന്റ് എന്നുള്ളത്. അതിനുള്ള ഫ്രീഡം ആണ് അവിടെ കിട്ടുന്നത്. ടീച്ചറുടെ റോൾ, അതായത് ഫെസിലിറ്റേറ്ററുടെ റോൾ എന്ന് പറഞ്ഞാൽ കുട്ടിയുടെ സൈക്കിക് ഡെവലപ്മെന്റ്, മെന്റൽ ഡെവലപ്മെന്റിന് അതിന് ഡെവലപ്പ് ചെയ്യുന്ന രീതിയിലുള്ള ഗൈഡൻസ് കൊടുക്കുക, സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതാണ്. ഫെസിലിറ്റേറ്ററുടെ ഡ്യൂട്ടി ഒബ്സർവ് ചെയ്യുക, കുട്ടികളെ ഒബ്സർവ് ചെയ്യുന്നു. കുട്ടികൾ എന്താണ് ചെയ്യുന്നത്, ഫ്രീ ആയിട്ടിരുന്ന ആ ഒരു ഓപ്പൺ എൻവയോൺമെന്റിൽ നിന്ന് അവർ ചെയ്യുന്ന കാര്യങ്ങൾ വാച്ച് ചെയ്യും. വളരെ കോൺസെൻട്രേഷനോട് കൂടി ഒബ്സർവ് ചെയ്യുക എന്നുള്ളതാണ് ഫെസിലിറ്റേറ്ററുടെ ഡ്യൂട്ടി. അപ്പൊ ഫസ്റ്റ് വണ്ണിൽ അതായിരുന്നു. ഫസ്റ്റ് റീസൺ എന്ന് പറയുന്നത് അവരുടെ ഫ്രീഡം, ആ ഒരു അറ്റ്മോസ്ഫിയറിൽ അവർക്ക് കിട്ടുന്ന ഫ്രീഡം. അത് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? അവിടെ ടീച്ചർ രണ്ടുപേരും കൂടെ കമ്പൈൻഡ് ആയിട്ട് വർക്ക് ചെയ്യണേ നമ്മൾ പറഞ്ഞു. കുട്ടികൾക്ക് അവരുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനുള്ള ഫ്രീഡം കിട്ടുന്നു. ഫെസിലിറ്റേറ്റർ ഇപ്പോ കുട്ടിയെ ഫ്രീ ആയിട്ട് വാച്ച് ചെയ്യാനുള്ള ഫ്രീഡം കിട്ടുന്നു. ഫെസിലിറ്റേറ്ററെ ആരും വന്ന് തടസ്സപ്പെടുത്തുന്നില്ല, കുട്ടികളെ നോക്കണ്ടെന്നൊന്നും പറയുന്നില്ല. വളരെ കോൺസെൻട്രേഷനോടുകൂടി കുട്ടിയെ വാച്ച് ചെയ്യാനുള്ള ഫ്രീഡം ഫെസിലിറ്റേറ്റർക്കും കിട്ടുന്നു. ഇനി സെക്കൻഡ് വൺ, ഓരോ കുട്ടികളുടെയും ഡെവലപ്മെന്റ് ഡിഫറെന്റ് ആയിരിക്കും. അത് നമ്മൾ പറഞ്ഞു, ചൈൽഡ് ഡെവലപ്മെന്റിൽ അത് പറയുന്നുണ്ട്. കുട്ടികളുടെ ഡെവലപ്മെന്റ് ഡിഫറെന്റ്, അതായത് ഇപ്പം ഓരോ കുട്ടികളിലും ഡിഫറെന്റ് ആണ്. ഒരു കുട്ടിയിൽ തന്നെ പല കാലയളവിലും ഡിഫറെന്റ് ആണ്, അല്ലെ? ഒരു ഏജില് 3 years ഉണ്ടായ ഡെവലപ്മെന്റ് പോലെ ആയിരിക്കില്ല കുറച്ചുകൂടെ വലുതാകുമ്പോഴുള്ളത്. ഇപ്പൊ ഡെവലപ്മെന്റ് സ്റ്റേജസ് കുട്ടികളിൽ വ്യത്യാസമുണ്ട്, ഒരു കുട്ടിയിൽ തന്നെ ഡിഫറെന്റ് ആണ്. എല്ലാ കുട്ടികൾക്കും ഒരു ഇന്നർ ഗൈഡ് ഉണ്ടാവും. ഈവൻ ദോ നമ്മൾ അവിടെ പുറത്ത് സപ്പോർട്ട് ചെയ്യാൻ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ആയിട്ട് നമ്മൾ ഉണ്ടാവും. പാരന്റ്സ് ഉണ്ടാവും, ടീച്ചർമാരുണ്ടാകും, സിബ്ലിങ്സ് ഉണ്ടാകും, ഫ്രണ്ട്സ് ഉണ്ടാകും, അങ്ങനെ അഡൾട്ട്സ്, വേറെ ആരെങ്കിലും ഉണ്ടായിരിക്കും. പക്ഷെ കുട്ടിക്ക് ഉള്ളിൽ തന്നെ ഒരു ഇന്നർ ഗൈഡ് ഉണ്ട്. നമ്മൾ പലപ്പോഴും പല കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്കൊരു ഉൾവിളി എന്നൊക്കെ നമ്മൾ പറയാറില്ലേ? നമ്മൾ ആ ഉള്ളിൽ തോന്നി ഇങ്ങനെ ചെയ്യാം, അങ്ങനെ ചെയ്യാം, അങ്ങനെ നമ്മൾ ഓരോന്ന് ചെയ്യും. കുട്ടി ഒരു ആക്ടിവിറ്റി ചെയ്യുമ്പോൾ അവനെ കൊണ്ട് തോന്നിക്കുവാണ് ഇത് ഇങ്ങനെ ചെയ്താൽ നല്ല രസമായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ ഓരോ കാര്യങ്ങളും ആ ഇന്നർ ഗൈഡിനനുസരിച്ച്, ഒരു ആജ്, നമ്മൾ ത്വര എന്നൊക്കെ പറയുന്നത്, ആ ആജിനനുസരിച്ചായിരിക്കും കുട്ടി ചെയ്യുന്നത്. അത് കുട്ടിയുടെ ഗ്രോത്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ, ഡെവലപ്പ് ചെയ്യാൻ ഏറ്റവും നല്ലതാണ്. ആ ഇന്നർ ഗൈഡിനെ അറസ്റ്റ് ചെയ്യുന്നത്, അതിനെ തടസ്സപ്പെടുത്തുന്ന രീതിയിലുള്ള ആക്ഷൻസോ പ്രവൃത്തികളോ വാക്കുകളോ നമ്മളുടെ സൈഡിൽ നിന്ന് ഉണ്ടാകും. അപ്പം ഈ ഒരു ഫ്രീഡം കൊടുക്കുമ്പോൾ കുട്ടികളിലും ഫെസിലിറ്റേറ്ററിലും ഉണ്ടാകുന്ന ആ ഒരു പോസിറ്റീവ്നെസ് ആണ് മറിയ മോണ്ടിസോറിയുടെ പറയുന്നത്. അപ്പൊ കുട്ടികളെല്ലാം വളരെ എഫിഷ്യന്റ് ആയിട്ട്, ഇന്റലിജന്റ്ലി, തന്നെത്താനെ വോളണ്ടിയർലി, ഒരു റഫും അതുപോലെ റൂഡ് ആക്ട്സും ചെയ്യാതെ, നമ്മളിപ്പോ പറഞ്ഞു മാറ്റ് കൊടുക്കുമ്പോൾ അവർ ആ മെറ്റീരിയൽസ് അതിന്റെ മുകളിൽ വെച്ച് തന്നെ ചെയ്യും. അതേസമയം അല്ലാതെ മാറ്റ് ഒന്നും ഇല്ലാതെയാണെങ്കിൽ കുറെ മെറ്റീരിയൽസ് ഉരുണ്ട് ടേബിളിന്റെ അടിയിലേക്ക് പോവും, കാണാതാകും, പിന്നെ ഓടി നടക്കും, മറ്റുള്ള കുട്ടികൾക്ക് അത് ഡിസ്റ്റർബൻസ് ആവും, അങ്ങനെ രീതിയിൽ വരും. പക്ഷെ ഇങ്ങനെ ആവുമ്പോൾ അവര് വളരെ അവര് ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഒരു റിസൾട്ടും വരും. വളരെ യൂസ്ഫുൾ ആയിട്ടായിരിക്കും അവരവരുടെ ടൈം യൂസ് ചെയ്യുന്നത്. ഇതൊക്കെയാണ് ആ ഫ്രീഡം എന്നുള്ളതുകൊണ്ട് ജനറലി എന്താണ് ഒരു മോണ്ടിസോറി എൻവയോൺമെന്റിൽ ഫ്രീഡം വരുന്നത്. പിന്നെ ഫ്രീഡം വിത്തിൻ ദ ലിമിറ്റ്സ് ആണ് മോണ്ടിസോറി എൻവയോൺമെന്റിൽ. there are limits to freedom within മോണ്ടിസോറി എൻവയോൺമെന്റ്. അപ്പൊ ഇതില് കുട്ടി ഓരോ ഫ്രീഡം എടുക്കുമ്പോഴും എനിക്ക് ഫ്രീഡം ഉണ്ട്, ഞാൻ തോന്നുന്ന പോലെ ചെയ്യും, മറ്റുള്ളവരെ മൈൻഡ് ചെയ്യില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇവിടെ ഫ്രീഡം വിത്തിൻ ദ ലിമിറ്റ്സ് ആണ്. നമുക്ക് ചുറ്റുമുള്ളവരെ നമ്മൾ ശ്രദ്ധിക്കണം, നമ്മൾ റെസ്പെക്ട് ചെയ്യണം, നമ്മളവരെ ഡിസ്റ്റർബ് ചെയ്യരുത്. നമുക്ക് കിട്ടുന്ന ഇൻസ്ട്രക്ഷൻസ് നമ്മൾ അതിനോട് റെസ്പെക്ട് കാണിക്കണം. നമ്മൾ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ്, മാറ്റ്, എന്ത് തന്നെയാണെങ്കിലും അതിനോടും റെസ്പെക്ട് ഉണ്ടാവണം. അങ്ങനെ ആ എല്ലാ രീതിയിലും റെസ്പെക്ട്, സ്വയം റെസ്പെക്ട്, മറ്റുള്ളവരോട് റെസ്പെക്ട്, മെറ്റീരിയൽസിനോട് റെസ്പെക്ട്, ആ എൻവയോൺമെന്റിനോട് റെസ്പെക്ട്, അങ്ങനെ എല്ലാ രീതിയിലും റെസ്പെക്ട് കൊടുത്ത് ആ ഒരു വിത്തിൻ ലിമിറ്റ്സ് ആണ് ഫ്രീഡം. അപ്പൊ നമുക്കിപ്പോ മനസ്സിലായല്ലോ, ഫ്രീഡം എന്ന് പറയുന്നത് തോന്നുന്നത് ചെയ്യുന്നതല്ല. റെസ്പെക്ടിങ് ഓൾ അതേഴ്സ് ആൻഡ് ഓൾ ഫാക്ടേഴ്സ് ആൻഡ് വി ആർ ഡൂയിങ് the things and we like the
ലൈക്ക് ടു ഡു ദാറ്റ്. നമുക്ക് ഇഷ്ടം, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഇഷ്ടപ്പെട്ടുകൊണ്ട് നമുക്ക് ചുറ്റുമുള്ളതിനെ മാനിച്ചുകൊണ്ട് ചെയ്യുന്നതാണ് ഫ്രീഡം എന്ന് പറയുന്നത്. അല്ലാണ്ട് ചുറ്റുമുള്ളതിനെ ശ്രദ്ധിക്കേണ്ട, അതൊന്നും എന്നെ ബാധിക്കില്ല എന്ന് കരുതി ഞാൻ എന്തും ചെയ്യും, അതല്ല ഫ്രീഡം. അപ്പൊ ക്ലിയർ ആയോ? മോണ്ടിസോറി എൻവയോൺമെന്റിൽ ഫ്രീഡം എന്ന് പറയുന്നതിന് വിത്തിൻ ദ ലിമിറ്റ്സ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? നമ്മള് ഫ്രീ ആയിട്ട് ഒരു കാര്യം ചെയ്യുമ്പോൾ അത് ബാക്കിയുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുമോ എന്ന് ശ്രദ്ധിച്ച് അവരെ റെസ്പെക്ട് ചെയ്ത് ആയിരിക്കും നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നത്. അത് കയ്യിൽ കിട്ടുന്ന മെറ്റീരിയൽസ് ആണെങ്കിലും ആ മെറ്റീരിയൽസിനെ റെസ്പെക്ട് ചെയ്യുമോ, റഫായിട്ടോ അതിനെ മോശമായ രീതിയിൽ അത് നശിപ്പിക്കുന്ന രീതിയിലോ ഒന്നും ചെയ്യാതെ മെറ്റീരിയൽസിനെ റെസ്പെക്ട് ചെയ്താണ് കാര്യങ്ങൾ ചെയ്യുന്നത്. ഓക്കെ, അത് ഏതൊക്കെ ഏരിയയിലാണ് ആ റെസ്പെക്ട് വരുന്നത്, ആ ഫ്രീഡം വിത്തിൻ ദ ലിമിറ്റ്സ് ഏതൊക്കെ ഏരിയയിൽ ആ റെസ്പെക്ട് കൊടുക്കുന്നു എന്നുള്ളതാണ് നമ്മൾ നെക്സ്റ്റ് പറയുന്നത്. അപ്പൊ നമുക്ക് അതിൽ പോയിന്റ്സ് നൽകിയിട്ടുണ്ട്. 13 പോയിന്റ്സ് ഉണ്ട് റിലേറ്റഡ് വിത്ത് ഫ്രീഡം, ആ ഒരു റെസ്പെക്റ്റും ആ ഒരു കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പൊ ഫസ്റ്റ് 2 ആരെങ്കിലും വായിക്കാം? ഞാൻ വായിക്കാം. Respect for others. The child is free to carry any activity as long as he is എനിക്ക് കേൾക്കാത്തതാണോ? കേൾക്കുന്നില്ല. നീതു എന്തോ ഒരു ഇഷ്യൂ. ഓഡിയോ എന്തോ ഇഷ്യൂ ഉണ്ട് നീതു. വല്ല കോള് വന്നോ, വല്ല പ്രശ്നം പറ്റിയോ? ഒരു കാര്യം ചെയ്യൂ, വേറെ ആരെങ്കിലും വായിച്ചോളൂ, സമയം കളയണ്ട. നീതുവിന്റെ നെക്സ്റ്റ് ചാൻസ്. Okay, ma'am. There are limits to freedom within Montessori environment. Respect for others. The child is free to carry any activity as long as he is not violating the rights of others in the classroom. Second 2, respect for material. He must be able to work with any material in the classroom until the time he uses it in the correct fashion. He is free to use the materials as exhibited by his teacher or in any other ways without disruption to the class or to the environment. 2 മതി. നീതു പോയെന്ന് തോന്നുന്നല്ലേ? ഓക്കെ. റെസ്പെക്ട് ഫോർ അതേഴ്സ്. നമ്മൾ പറഞ്ഞു ഏത് ആക്ടിവിറ്റി ചെയ്യാനുമുള്ള ആ ചോയ്സ്, മെറ്റീരിയൽസ് പോയി എടുക്കാനുള്ള ഒരു ഫ്രീഡം കുട്ടിക്കുണ്ട്. കുട്ടിക്ക് ഇഷ്ടപ്പെട്ടത്, നമ്മളായിട്ട് ഒരെണ്ണം കൊടുക്കുന്നതിനേക്കാൾ നല്ലത് അതിന് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ നമുക്കറിയാം ഓൾറെഡി ഈ മോണ്ടിസോറി എൻവയോൺമെന്റിൽ 3 അല്ലെങ്കിൽ 2.5 വയസ്സ് തുടങ്ങിയുള്ള കുട്ടികളുണ്ട്, 6 വയസ്സ് വരെയുള്ള കുട്ടികളുണ്ട്. അപ്പോ പല ടൈപ്പ് മെറ്റീരിയൽസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, നമുക്ക് 5 ഏരിയ ആണ് ഈ എൻവയോൺമെന്റ് എന്ന് പറയുന്നത്. ഒന്നാമത്തെ ഏരിയ പ്രാക്ടിക്കൽ ഏരിയ, നമ്മളുടെ കിച്ചണിൽ നമ്മൾ എന്തൊക്കെ ചെയ്യിക്കുന്നു അതെല്ലാം നമുക്ക് പ്രാക്ടിക്കൽ ഏരിയയിൽ വർക്ക് ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ ചെയ്യുന്ന മറ്റു കാര്യങ്ങൾ, ചെടി നനയ്ക്കുക, ചെടി നടുക, പാത്രം കഴുകുക, പാത്രം തുടച്ചു വെക്കുക, എവിടെയെങ്കിലും വെള്ളം സ്പിൽ ഔട്ട് ആയിട്ടുണ്ടെങ്കിൽ അവിടെ എല്ലാം ക്ലീൻ ചെയ്ത് തുടയ്ക്കുക, പച്ചക്കറി അരിയുന്ന കുട്ടികളാണെങ്കിൽ അവരെ കൊണ്ട് പച്ചക്കറി അരിയിക്കുക, ഫ്രൂട്ട്സ് കഴുകുക, പിന്നെ പാത്രങ്ങൾ കഴുകുന്നവരാണെങ്കിൽ കഴുകിയ പാത്രങ്ങൾ ഡ്രൈ ആക്കിയിട്ട് ഷെൽഫിൽ വെക്കുക, അങ്ങനെ പല ജോലികളും. വെള്ളം നിറയ്ക്കുക, ജഗ്ഗില് കടല, പരിപ്പ്, പയറുവർഗ്ഗങ്ങൾ അങ്ങനെയുള്ളത് കണ്ടെയ്നേഴ്സിലേക്ക് നിറയ്ക്കുക, അങ്ങനെ എന്തും നമുക്ക് കിച്ചണിൽ കുട്ടികളെ കൊണ്ട് ചെയ്യിക്കാം അല്ലെ. ഡ്രസ്സ് മടക്കി വെക്കുക, കിച്ചൺ ടവൽസ് ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ക്ലീൻ ആക്കിയിട്ട് മടക്കി വെക്കുക, തുണി വിരിക്കാൻ, അഴയിൽ തുണി വിരിക്കാൻ വിളിക്കുക, ഉണങ്ങിയ തുണി എടുക്കുക, അങ്ങനെ കുറെ പണികൾ ചെയ്യിക്കാം നമുക്ക് കുട്ടികളെ കിച്ചണിൽ. അത് നമ്മൾ ഓരോ ഏജിനനുസരിച്ചായിരിക്കും ചെയ്യുന്നത് അല്ലെ. പാത്രം കഴുകാറായിട്ടില്ലെങ്കിൽ കഴുകിയ പാത്രങ്ങൾ എടുത്തു വെക്കാൻ കൊടുക്കാം. പിന്നെ അങ്ങനെ അവരുടെ ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ട് അവർക്ക് നമ്മൾ ആക്ടിവിറ്റീസ് കൊടുക്കും. അതാണ് പ്രാക്ടിക്കൽ ഏരിയ, ഒന്നാമത്തെ ഏരിയയിൽ വരുന്നത്. ഈ രണ്ടാമത്തെ ഏരിയ എന്ന് പറയുമ്പോൾ സെൻസോറിയൽ ഏരിയ ആണ്. ഈ സെൻസോറിയൽ ഏരിയയിൽ നമ്മുടെ 5 സെൻസസ് വെച്ചിട്ടുള്ള ആക്ടിവിറ്റീസ് ആയിരിക്കും. ആ 5 സെൻസസിനെ ട്രിഗർ ചെയ്യുന്ന രീതിയിലുള്ള ആക്ടിവിറ്റീസ് ആണ് നമ്മൾ അതിലൂടെ പഠിക്കുന്നത്. ആ സെൻസോറിയൽ ഏരിയയിൽ കൂടെ തന്നെ നമ്മൾ കൗണ്ട് ചെയ്യാൻ പഠിക്കുന്നുണ്ട്, അതുപോലെ തന്നെ എഴുതാൻ പഠിക്കുന്നുണ്ട്, വായിക്കാൻ പഠിക്കുന്നുണ്ട്,
ലാംഗ്വേജും എല്ലാം നമ്മൾ അതിനകത്ത് വരുന്നുണ്ട് സെൻസോറിയൽ ഏരിയയിൽ. പിന്നെ വെയിറ്റ് അറിയുന്നു, ഷേപ്പ് അറിയുന്നു, സൈസ് അറിയുന്നു, ഡിഫറൻസസ്, കമ്പാരിസൺ, ഇതെല്ലാം സെൻസോറിയൽ ഏരിയയിലൂടെ വരും. ടച്ച് ചെയ്തൊക്കെ കുറെ കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ റഫ്, സ്മൂത്ത്, ആ കമ്പാരിസൺ കിട്ടുന്നു. പിന്നെ ലെങ്ത്, വലുത്, ചെറുത്, സ്മോൾ, ലാർജ്, അങ്ങനെയുള്ള ഒരു ഇതൊക്കെ കിട്ടും. അത് രണ്ടാമത്തെ ഏരിയ. ഇനി മൂന്നാമത്തെ ഏരിയ ലാംഗ്വേജ് ഏരിയ. റീഡിങ് റൈറ്റിങ്ങിന് മുമ്പ് പ്രീ റൈറ്റിംഗ് ആക്ടിവിറ്റീസ്, അങ്ങനെ കുറെ കാര്യങ്ങൾ വരും. ഞാന് വൈവയ്ക്ക് ഒരു കുട്ടിയോട് ചോദിച്ചു, അടുത്ത ടീച്ചിങ് പ്രാക്ടീസ് പോയിട്ടില്ല, അപ്പൊ ഞാൻ ഇങ്ങനെ സിറ്റുവേഷൻ കൊടുത്തു. ടീച്ചിങ് പ്രാക്ടീസിന് പോകുമ്പോ ഒരു കുട്ടി എഴുതുന്നില്ല, എന്ത് ചെയ്തു ചോദിച്ചു. നിങ്ങൾ എന്ത് ചെയ്യായിരിക്കും? ഫസ്റ്റ് എന്തെങ്കിലും ഒരു പടമില്ലേ, ഇഷ്ടമുള്ളത് വരക്കാൻ പറയും ഒരു പേപ്പറിൽ ആദ്യമേ. ഇപ്പൊ നമുക്കൊരു ഒരു വര ഒന്നീന്ന് തുടങ്ങുന്നൊക്കെ ജസ്റ്റ് കോറാൻ പറയും. അപ്പൊ ആദ്യമേ അവനെ ഒന്ന് പെൻസിൽ ഒന്ന് പിടിപ്പിക്കണം, ഒന്ന് കൈയൊന്ന് ആദ്യമേ അവനൊന്ന് മസാജിങ് പോലെ എന്തെങ്കിലും അവനൊന്ന് പേന പിടിപ്പിക്കാൻ ആദ്യമേ ശ്രമിക്കും. അത് കഴിഞ്ഞ് പിന്നെ അവൻ വരച്ചു തുടങ്ങുമ്പോ ഓൾറെഡി അവൻ എഴുതാൻ തുടങ്ങും. വെരി ഗുഡ്. പേരെന്തോ മുഹ്സിനെയാണോ എന്തോ പറയാൻ വന്നിരുന്നു? ലെറ്റേഴ്സ് ഉപയോഗിച്ചിട്ട് സാൻഡ് പേപ്പർ ലെറ്റേഴ്സ്. യെസ്, സാൻഡ് പേപ്പർ ലെറ്റേഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ അത് ട്രേസ് ചെയ്യാൻ തുടങ്ങും. കുറെ അങ്ങനെ അതിലൂടെ നമ്മുടെ ഏതൊക്കെയോ കുട്ടികൾ അത് കൊടുത്തിട്ട് അങ്ങനെ ചെയ്തിരുന്ന പിള്ളേര് അതിലൂടെ കുറെ നേരം ട്രേസ് ചെയ്ത് കഴിഞ്ഞിട്ട് വന്നിരുന്ന ബുക്കിൽ എഴുതും, അതേപോലെ ഷേപ്പ് ആക്കി എഴുതും. പിന്നെ അവരെ ആൽഫബറ്റ്സ് ഐഡന്റിഫൈ ചെയ്താൽ മതി, ഏതാണ് എ, ഏതാണ് ബി, അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങളേ ഉള്ളൂ. ഞാൻ വൈവയ്ക്ക് കുട്ടിയോട് ചോദിച്ചു, അപ്പൊ എന്താ പറഞ്ഞതെന്നറിയൂ? കൈ പിടിച്ച് എഴുതിപ്പിക്കും. മോണ്ടിസോറി മെത്തേഡിൽ എവിടെയെങ്കിലും കുട്ടികളെ അങ്ങനെ നിർബന്ധിച്ച് നമ്മൾ ചെയ്യിക്കാറുണ്ടോ? ക്ലാസ്സിൽ കയറാത്തതും റെക്കോർഡ് ക്ലാസ്സിൽ കയറാത്തതുകൊണ്ടും പറ്റിയ പ്രശ്നമാണ്. ഞാനത് കേട്ടപ്പോ ഞെട്ടിപ്പോയി. അപ്പൊ ശരിക്കും മറിയാം മോണ്ടിസോറി പറയുന്നത് റീഡിങ് റൈറ്റിംഗ് ഒരു സ്ഫോടനം പോലെ വരുന്നത്, എക്സ്പ്ലോഷൻ ആണ്. പെട്ടെന്നാണ് കുട്ടികളിൽ അത് വരുന്നത്. നമുക്ക് നമ്മുടെ വീട്ടിലെ കുഞ്ഞുങ്ങളെ ഒബ്സർവ് ചെയ്തറിയാം, അവരിങ്ങനെ ഇരുന്ന് വരയ്ക്കുക. ഇപ്പൊ ഡിയോൺ പറഞ്ഞ പോലെ അങ്ങനെ അവരിങ്ങനെ ഓരോന്നിരുന്ന് ഇങ്ങനെ വരച്ചോണ്ടേയിരിക്കും. ചുറ്റും കാണുന്നതൊക്കെ ആയിരിക്കും അവർ വരയ്ക്കുന്നത്. ചിലർ വരയ്ക്കുമ്പോൾ മാച്ച് ആയിട്ട് തോന്നും, ചിലർ വരയ്ക്കുമ്പോൾ എന്തായതെന്ന് ചോദിക്കുമ്പോൾ അവർ ഭയങ്കര സന്തോഷത്തോടുകൂടി അവരെന്താന്ന് പറയും. അപ്പൊ അവർ പറയുന്നതും ശരിക്കുള്ള ഒബ്ജക്റ്റുമായിട്ട് നല്ല വ്യത്യാസം ഉണ്ടാകും. പക്ഷെ എന്നാലും നമ്മൾ അവരെ മോട്ടിവേറ്റ് ചെയ്യും അല്ലെ? എന്റെ ഒരു അനുഭവം പറയട്ടെ. ഇപ്പൊ മോക്കിപ്പോ ആവണോട്ടോ. അപ്പൊ അവള് ഒരു 3.5 വയസ്സൊക്കെ ആയ ടൈമിൽ തന്നെ ഞാൻ പേനും പേപ്പറും പേനും എപ്പോഴും അവളുടെ കൈ കൊടുക്കും. ഇവിടെ മറ്റു കുട്ടികളെ എപ്പോഴും ടീച്ചറും കുട്ടിയായിട്ട് കളിക്കുമ്പോൾ അവൾക്കും പേനും പുസ്തകവും വേണം. അപ്പൊ അങ്ങനെ കൊടുക്കും. ഒരു ദിവസം അവൾ ഇങ്ങനെ കുത്തി വരയണേന്റെ ഇടക്ക് ഡി എന്നുള്ള ഷേപ്പ് പോലെ വന്നിക്കാം, ഡി എന്നുള്ള ലെറ്റർ പോലെ ഇട്ടേക്കാം. അപ്പൊ അവള് വേഗ സന്തോഷത്തോടെ എന്റെ അടുത്ത് വന്ന് പറയാ, മെച്ചി എങ്ങോട്ട് നോക്ക്, ഇപ്പപ്പാടെ നമ്പർ ഞാൻ എഴുതിക്കണൂന്ന്. അപ്പൊ എന്താ അപ്പൊ ആദ്യം മനസ്സിലായി കേട്ടോ, അവൾ എന്തേ പറയണ, ഇപ്പപ്പാടെ നമ്പർ ഇതെന്താ 0 പോലെ ഇട്ടേക്കണേ. അപ്പൊ അവള് മെച്ചി ഇപ്പ ഫോൺ വിളിക്കുമ്പോ വരുന്ന നമ്പർ ഇല്ലേ, അപ്പൊ ഞാൻ എന്റെ ഉപ്പാന്റെ ഡാഡ് എന്നാണ് സേവ് ചെയ്തിക്കണ നമ്പർ. അപ്പൊ അവൾ ആ ഡി എന്നുള്ളത് വെച്ചിട്ട് അവൾ എന്റെ അടുത്ത് വന്ന് പറയണത്, മെച്ചി ഞാൻ ഇപ്പപ്പാന്റെ നമ്പർ എഴുതിക്കണൂന്ന്. അപ്പൊ അങ്ങനെ നമ്മൾ ഓരോന്ന് വരച്ചിട്ട് ഇത് അതല്ലേ ആ ഷേപ്പ് വരുമ്പോ അങ്ങനെയാണ് അവള് ഓരോ കാര്യങ്ങൾ ഒബ്സർവ് ചെയ്തിട്ട് ചെയ്യണത്. യെസ്, കോൺസെൻട്രേഷൻ, പവർ ഓഫ് അറ്റൻഷൻ അല്ലെ? അപ്പൊ നമ്മൾക്ക് നമ്മുടെ ചുറ്റും കാണാം. അറിയാം, മോണ്ടിസോറിയുടെ മോണ്ടിസോറി സ്കൂളിലാണ് പഠിക്കുന്നത്. നമ്മൾ പഠിക്കുന്നത് തന്നെയാണ് അവരുടെ സ്കൂളിലുള്ളത്. ഇത് പറഞ്ഞപ്പോഴാണ് പറയൂ. ഞാനെന്താ വെച്ചാൽ ഇവിടെ എന്റെ അടുത്തുണ്ട് ഒരു 8 കുട്ടികൾ തീരെ അക്ഷരങ്ങളൊന്നും അറിഞ്ഞൂടാ. 1-ലും 2-ലും 3-ലും 4-ലും പഠിക്കുന്ന അങ്ങനെ 8 കുട്ടികളുണ്ട്. അപ്പൊ ഞാൻ എന്ത് ചെയ്തി, ഏന്ന് ബോർഡും എഴുതും. അപ്പൊ ഞാൻ പറയും, ഇത് ആരെല്ലാം വന്ന് ഫസ്റ്റ് എഴുതി തരൂ. അങ്ങനെ ABCD Z വരെ കാണാണ്ട് പഠിപ്പിച്ചത്. അപ്പൊ ബോർഡും എഴുതാനുള്ള ആകാംക്ഷയിലോലും എന്ത് ചെയ്യൂ, ഫസ്റ്റ് വേഗം പഠിച്ചു തരും. അപ്പൊ ഓരോരുത്തർ പിന്നെ ഫുള്ള് എനിക്ക് കാണാണ്ട് എഴുതി തരും. അങ്ങനെ ചെയ്യാ. വെരി ഗുഡ്. അപ്പൊ നമ്മളുടെ ഉള്ളിൽ അത് വരും. അങ്ങനെ കുട്ടികൾക്കനുസരിച്ചാണ് നമ്മൾ അവിടെ ആക്ടിവിറ്റി മാറ്റുന്നത് അല്ലെ? എല്ലാ കുട്ടികൾക്കും ഒരേ മെത്തേഡ് ഓഫ് ടീച്ചിങ് അത് ശരിയായ രീതിയിൽ ലേണിംഗ് പ്രോസസ് മോഡിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഒരു ഫെസിലിറ്റേറ്ററുടെ ഡ്യൂട്ടി. മുന്നിൽ വരുന്ന കുട്ടികൾക്കനുസരിച്ച്
കുട്ടികൾക്കെല്ലാം യുണീക്ക് ആണ്, ഡിഫറൻസസ് ഉണ്ട്. ചിലപ്പോൾ റീഡിങ്ങിൽ ആയിരിക്കും നല്ലത്, ചിലർക്ക് റൈറ്റിംഗ് പെട്ടെന്ന് വരും, ചിലർക്ക് ഡ്രോയിങ് പെട്ടെന്ന് വരും. സോ കുട്ടികൾക്കനുസരിച്ച് നമ്മൾ ആക്ടിവിറ്റി മോഡിഫൈ ചെയ്യാന്നുള്ളത്, അല്ലാതെ നമ്മുടെ ട്രഡീഷണൽ രീതിയിൽ ഞാനൊരു എക്സ്പീരിയൻസ് പറഞ്ഞോട്ടെ മിസ്സേ. പറയൂ. മിസ്, എന്റെ മോൻ ഇതുപോലെ നഴ്സറിയിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഒന്നും എഴുതില്ലായിരുന്നു. ഹലോ, കാണാൻ പറ്റില്ല മിസ്സേ? ഒന്നും എഴുതില്ലായിരുന്നു. അപ്പൊ എല്ലാ ദിവസവും ഇങ്ങനെ ടീച്ചർ ഈ കുട്ടി മാത്രം ഒന്നും ചെയ്യുന്നില്ല, ഇതൊന്നും ചെയ്യില്ല, ഇത് പഠിക്കില്ല എന്ന് തോന്നണു എന്നൊക്കെ പറഞ്ഞു. അപ്പോ എനിക്ക് സത്യം പറഞ്ഞാൽ ആദ്യം വിഷമം തോന്നിട്ടോ, ഇത് മാത്രം ഇനി പഠിക്കാതെ വരുമെന്ന്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവന് എന്റെ വീടിന്റെ മുറ്റത്ത് നിറച്ച് ഇങ്ങനെ മണലാണ്, ഇങ്ങനെ മണ്ണ്. അപ്പൊ ഞാൻ ഇവന് ഒരു ദിവസം ഇങ്ങനെ ഒരു കമ്പ് എടുത്തിട്ട് ഇങ്ങനെ ABC ഒരു വര ഇങ്ങനെ വരച്ചു കൊടുത്തു. ഇങ്ങനെ ചുമ്മാ ഒരു വര കളി പോലെ A എന്നുള്ളത് കൊടുത്തു. അപ്പൊ A എന്നുള്ളതിൽ ഒരു വരയെ വരച്ചുള്ളൂ. ഇങ്ങനെ അപ്പൊ അവൻ വന്നിട്ട് അതുപോലെ ഏകദേശം വരയ്ക്കാൻ നോക്കി. അപ്പൊ പിന്നെ അടുത്ത് വരച്ചു. അങ്ങനെ വരച്ച് മൊത്തം ലെറ്റേഴ്സ് അവൻ പഠിച്ചു. എന്നിട്ട് പിന്നെ നഴ്സറിയിൽ നിന്ന് വരുമ്പോ എല്ലാ അക്ഷരങ്ങളും ഏറ്റവും ടോപ്പായിട്ട് എഴുതുന്നത് അവനെ. മീൻസ് മുറ്റത്താണ് കമ്പൗണ്ടാണ് വരച്ച് പഠിച്ചത്. അപ്പൊ മിസ് ഇപ്പൊ ഇന്നലെ ഞാൻ അവന്റെ ആ ടീച്ചറെ കണ്ടിരുന്നു. ഞങ്ങൾ ഇപ്പൊ ഇന്നലെ അച്ഛനും കൂടെ ഹോസ്പിറ്റലിൽ പോയപ്പോ അവിടെ വെച്ച് അൺഎക്സ്പെക്ടഡ്ലി ആ ടീച്ചറെ കണ്ടു. അപ്പൊ എന്നോട് പറഞ്ഞു, അയ്യോ ഏറ്റവും പഠിക്കാത്ത കുട്ടിയാന്ന് ഞാൻ വിചാരിച്ചത്, ഇപ്പൊ അവൻ ടോപ്പായല്ലോ. ഞാൻ പറഞ്ഞു അതങ്ങനെ ഒരു എക്സ്പീരിയൻസ് എനിക്ക് ഉണ്ടായിരുന്നു. ഇവിടെ പലരും ടീച്ചിങ് പ്രാക്ടീസിന് പോയതും കുട്ടികളെ പഠിപ്പിക്കുന്നിടത്തും ഒക്കെ ഈ മോണ്ടിസോറി മെത്തേഡ് എന്ന് പറഞ്ഞു. നമ്മൾക്കറിയാം, നമ്മളുടെ ഇപ്പോ കുറേ പ്രശ്നങ്ങൾ അഡോളസൻ ഗ്രൂപ്പിൽ വരുന്നുണ്ട് അല്ലെ, പല പല പ്രശ്നങ്ങൾ വരുന്നുണ്ട്. അതെങ്ങനെ സോർട്ട് ഔട്ട് ചെയ്യുന്ന പറഞ്ഞാൽ പല രീതിയിലുള്ള കാര്യങ്ങള് പല അതോറിറ്റീസും ഗവൺമെന്റിന്റെ സൈഡിൽ നിന്നും അല്ലാതെ അങ്ങനെയൊക്കെ പലതും നടക്കുന്നുണ്ടല്ലേ. അപ്പൊ ഒരു മീറ്റിങ്ങിൽ പങ്കെടുക്കാനുള്ള ഒരു അവസരം കിട്ടിയത് ചർച്ചയായിരുന്നു, ഒരു ഡിസ്കഷൻ ഫോറം പോലത്തെ ആയിരുന്നു, ഒരു ഓപ്പൺ ഫോറം. അവിടെ പാനലിൽ കുറെ ഡെലിഗേറ്റ്സ് ഉണ്ട്, ലൈക്ക് അഡ്വക്കേറ്റ്സ്, ക്രൈം ബ്യൂറോയിൽ വർക്ക് ചെയ്യുന്നവര്, പിന്നെ പ്രൊഫസേഴ്സ്, സൈക്കോളജിസ്റ്റുകൾ, അങ്ങനെ കുറെ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. അവിടെയാണ് നമുക്ക് എനിക്ക് സംസാരിക്കാനുള്ള ഒരു അവസരം കിട്ടിയത്. എല്ലാം കഴിഞ്ഞ് പാനൽ ചർച്ചയ്ക്ക് ശേഷം നമ്മൾ എപ്പോഴും ഒരു ഡിസ്കഷൻ കഴിയുമ്പോൾ ലാസ്റ്റ് ഒരു കൺക്ലൂഷനിൽ എത്തുമല്ലേ. അപ്പൊ ആ ഒരു പാനലിലെ ഡിസ്കഷനും ഓഡിയൻസുമായിട്ടുള്ള ഇന്ററാക്ഷനും എല്ലാം കഴിഞ്ഞിട്ട് ആ പാനലിൽ ഇരുന്ന ഒരു സാറ് കൺക്ലൂഡ് ചെയ്ത മെത്തേഡ് മുഴുവനും മോണ്ടിസോറി മെത്തേഡായിരുന്നു. നമ്മൾ ഈ ദിവസം ക്ലാസ്സിൽ പറയുന്ന മെത്തേഡ് മുഴുവൻ ഈ രീതിയിൽ ചെയ്താൽ മാത്രമാണ് കുട്ടികളിൽ മാറ്റം ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞു സാറ്. മോണ്ടിസോറി മെത്തേഡ് എന്നൊന്നും പേരെടുത്ത് പറഞ്ഞില്ല, പക്ഷെ അതില് ചർച്ചയിൽ ഉരുത്തിരിഞ്ഞു വന്ന എല്ലാ കാര്യങ്ങളും കൺക്ലൂഡ് ചെയ്യപ്പെട്ടത് ഇങ്ങനെ ഏരിയകളിൽ കാര്യങ്ങൾ ചെയ്താൽ കുട്ടികളെ ലൈഫ് സ്കിൽസ് പഠിക്കണം. നമ്മൾ പ്രാക്ടിക്കൽ ലൈഫ് ഏരിയ പറഞ്ഞത്, അത് കുട്ടികളെ നേച്ചറുമായിട്ട് കണക്ട് ചെയ്യണം. ആ സാറ് പറഞ്ഞത് നേച്ചറുമായിട്ട് കണക്ട് ചെയ്യണം, കുട്ടികളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യണം, അവരെ ഒബ്സർവ് ചെയ്യണം. ഇതെല്ലാമായിരുന്നു അവർ കൺക്ലൂഡ് ചെയ്തത്. സോ ദാറ്റ് ഇസ് നത്തിങ് ബട്ട് മോണ്ടിസോറി മെത്തേഡ്. അപ്പൊ നമുക്ക് പറയാം, നമ്മൾ ചെയ്യുന്നത് ഒരു ഡിവൈൻ പ്രോഗ്രാം തന്നെയല്ലേ, എല്ലാരും കമ്മിറ്റഡ് ആണ്. അപ്പൊ വന്നിട്ട് വൈവയ്ക്ക് കൈ പിടിച്ചെഴുതിക്കണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സോ ദാറ്റ്സ് ക്ലാസ്സിൽ കയറാത്തതിന്റെ ഒരു പ്രോബ്ലം. ക്ലാസ്സിൽ കയറാത്തത് എനിക്കൊരു ഇഷ്യൂ ഇല്ല, ആ ഒരു റെക്കോർഡ് ക്ലാസ് കാണാനും ഒന്നും ടൈം എടുത്തിട്ടുണ്ടായില്ലായിരുന്നു. റെക്കോർഡ് ക്ലാസ് ബോറിംഗ് ആണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെ? നിങ്ങൾക്ക് ഇഷ്ടപ്പെടാറുണ്ടോ എപ്പോഴെങ്കിലും ലൈവ് ക്ലാസ്? വളരെ വിഷമിച്ച റെക്കോർഡ് ക്ലാസ് കാണുന്നത്. അതെ അതെ, നമുക്ക് ലൈവ് ക്ലാസ് എല്ലാരും നമ്മൾ ഇന്ററാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പല ഇപ്പൊ തന്നെ എത്രയോ പേരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തു, അത് നമുക്ക് ലൈവായിട്ട് കേട്ടാൽ തന്നെ മനസ്സിലാവുള്ളൂ. സോ അതൊരു പ്രശ്നം തന്നെയായിരുന്നു. അപ്പൊ വൈവ ചെയ്തപ്പോഴാണ് ആരൊക്കെ എന്തൊക്കെ ചെയ്തു, എന്തൊക്കെ ക്ലാസ്സിൽ കയറി ടീച്ചിങ് പ്രാക്ടീസ് ചെയ്തത് എങ്ങനെ, ഇതൊക്കെ മനസ്സിലായി. ആ ഒരു 1 hour നമുക്ക് ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അത് തന്നെയാണ് നല്ലത്. നമ്മൾ പിന്നെ സമയം കണ്ടെത്തി കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ചിലപ്പോൾ പല ഡിസ്കഷൻ ഉണ്ടാകും, ഡീവിയേറ്റ് ചെയ്തു പോകും. അത് ലൈവിൽ ഇരിക്കുമ്പോൾ നമുക്കത് കുഴപ്പം തോന്നില്ല. പക്ഷെ റെക്കോർഡ് ക്ലാസ് കാണുന്നവര് അവർ ആ ഒരു ടെമ്പോയിലായിരിക്കില്ല വന്ന് കാണുന്നത്. അപ്പൊ അവർക്ക് ഭയങ്കര ബോറിംഗ് ആയി തോന്നും. അവരത് പിന്നെ ക്ലാസ്സിൽ കയറാതെ ആവും ഉള്ള ആ ഒരു ഇവിടെ വെറുതെ സംസാരിച്ചിരിക്കാന്നൊരു ഫീല് വരും. ആക്ച്വലി നമ്മൾ പല കാര്യങ്ങളും പറയുന്നതിന് കണക്ട് ചെയ്തിട്ട് പോകുമ്പോഴാണ് പലതിലേക്ക് നമ്മൾ പോകുന്നത്, അല്ലെ? അപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾ. വൈവയുടെ കാര്യം ഞാൻ ഷെയർ ചെയ്തതും ഈ ഒരു കാര്യം ഷെയർ ചെയ്തായിരുന്നു. അപ്പൊ നമ്മളുടെ ജോബ് എന്ന് പറയുന്നത് നമുക്കൊരു ഉപജീവന മാർഗം അല്ലെങ്കിൽ ഇൻകം
നമ്മുടെ സ്വന്തം കാലിൽ നിൽക്കുക മാത്രമല്ല നമ്മളുടെ പാഷനാണ്. അത് നമ്മൾ കമ്മിറ്റ്മെന്റോട് കൂടി ചെയ്തു കഴിഞ്ഞാൽ നല്ലൊരു ജനറേഷനെ നമുക്ക് സൊസൈറ്റിക്ക് പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ആളുകളെ കൊടുക്കുക എന്നുള്ള തന്നെയാണ് നമ്മുടെ ഒരു ഗോൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇതെല്ലാമായിരുന്നു. അപ്പൊ റെസ്പെക്ട് ഫോർ മെറ്റീരിയൽ, റെസ്പെക്ട് ഫോർ അതേഴ്സ്, ഇതായിരുന്നു നമ്മൾ പറഞ്ഞത്. കാര്യങ്ങൾ ചെയ്യുമ്പോൾ മറ്റുള്ളവരെ ഡിസ്റ്റർബ് ചെയ്യാത്ത രീതിയിൽ നമ്മൾ ചെയ്യുന്നു. ദാറ്റ് മീൻസ് വി ആർ റെസ്പെക്ടിങ് ദം. അവർക്ക് ബുദ്ധിമുട്ട് തോന്നരുത് ഞാൻ പോകുമ്പോൾ, അങ്ങനെയുള്ള രീതിയിൽ അതിൽ നടക്കുമ്പോൾ. പിന്നെ ഏതൊരു മെറ്റീരിയലും എടുക്കാനുള്ളൊരു ചൂസ് ചെയ്യാനുള്ളൊരു ഫ്രീഡം ഉണ്ട്. പിന്നെ ഞാൻ പറഞ്ഞു വന്നത് 2.5 വയസ്സ് തുടങ്ങി അല്ലെങ്കിൽ 3 വയസ്സ് തുടങ്ങിയുള്ള കുട്ടികളുണ്ട് 6 വയസ്സ് വരെ. അപ്പൊ നമുക്ക് പല ടൈപ്പ് മെറ്റീരിയൽസ് ഉണ്ട്. ഞാൻ ലാംഗ്വേജ് ഏരിയ വരെ എത്തിയിരുന്നു അല്ലെ. ലാംഗ്വേജ് ഏരിയ, 3ാമത്തെ ഏരിയയിൽ ലാംഗ്വേജ് ഏരിയ ഉണ്ട്. പിന്നെ നമുക്ക് അരിത്തമെറ്റിക് ഏരിയ, മാത്സിന്റെ, നമുക്കറിയാം മാത്സിന്റെ ഏരിയയിൽ നമ്മൾ എന്തെല്ലാം കുട്ടികളെ കൊണ്ട് ചെയ്യിക്കും. നമ്പറിന്റെ ഐഡന്റിഫിക്കേഷൻ, ഫെമിലറൈസേഷൻ, കൗണ്ടിങ്. ഇത് കഴിഞ്ഞിട്ടല്ലേ നമ്മൾ ആഡ് ചെയ്യാൻ അല്ലെ. നമ്പർ പഠിച്ചിട്ടല്ലേ നമ്മൾ അഡീഷൻ തുടങ്ങുള്ളൂ. അതെ, അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ. അപ്പൊ 6 വയസ്സ് വരെയുള്ള കുട്ടികളെ എന്ത് മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷനോ നമ്മൾ വിചാരിക്കും. പക്ഷെ ആ ബോർഡാണ്, അത് ചെയ്യാനുള്ള ഒരു ബോർഡാണ് നമുക്ക് തരുന്നത്. ആ ബോർഡ് ആവുമ്പം 6 വയസ്സുള്ള കുട്ടി അഡീഷനും മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും ചെയ്യും. ഓക്കെ, അപ്പൊ ഇതിനെല്ലാം ഓരോ മെറ്റീരിയൽ ഉണ്ട്. ഒരു കുട്ടി എന്ന് ചെന്ന് നോക്കുമ്പോ ഈ ബോർഡ് കണ്ടവന് ഇഷ്ടപ്പെട്ടു. ഒരു മൾട്ടിപ്ലിക്കേഷന്റെ ബോർഡാന്ന് വിചാരിക്കുക, എടുത്തുകൊണ്ട് വന്ന് ഇരിക്കുക. അപ്പൊ ഫെസിലിറ്റേറ്റർ ഒബ്സർവ് ചെയ്യുവാണല്ലോ, ഈ കുട്ടി ചെറുതാണ്, അത് മാത്രമല്ല അവൻ നമ്പർ ശരിക്കും ഫെമിലറൈസ് ആയിട്ടില്ല, കൗണ്ടിങ്ങും അറിയില്ല. നമ്പർ നല്ലപോലെ അറിഞ്ഞ് കൗണ്ടിങ്ങും അറിയാവുന്ന ഒരു കുട്ടിക്കാണ് അരിത്തമെറ്റിക് ഓപ്പറേഷൻസ്, ഈ പറഞ്ഞ 4 ഓപ്പറേഷൻസും ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ നമ്മൾ കുട്ടിയോട് നീ ഇതിപ്പോ എടുക്കണ്ട, തിരിച്ചു വെക്കൂ എന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലേ. അപ്പൊ ഒരു ഫെസിലിറ്റേറ്റർ എന്നുള്ള നിലയിൽ നിങ്ങൾ അങ്ങനത്തെ സിറ്റുവേഷനിൽ എന്ത് ചെയ്യും? മാം, നമ്മൾ ഒബ്സർവ് ചെയ്യും, കുട്ടി എന്താ ചെയ്യുന്നത് നോക്കും. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് കണ്ടിട്ട് നമുക്ക് പിന്നീട് ആ കുട്ടിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കിയിട്ട് അത് വെച്ചിട്ട് പിന്നെ നമ്മൾ മെറ്റീരിയൽസ് കൊടുക്കും. പിന്നെ പോരാത്തതിന് നമ്മൾ കൗണ്ടിങ്ങും പഠിപ്പിക്കും. നമ്മൾ ആ കുട്ടിയെ അവന്റെ നമ്പർ അറിയില്ല, ശരിക്കും കൗണ്ടിങ്ങും അറിയില്ല, പക്ഷെ ഈ മൾട്ടിപ്ലിക്കേഷൻ ബോർഡുമായിട്ട് ഇരിക്കുക. അത് കിട്ടിയാലും അവൻ അതിനകത്ത് കുറച്ചു നേരം അതിൽ കുറച്ച് ബീഡ്സ് ആണുള്ളത്. ബീഡ്സും ഉണ്ട്. ഒരു നമ്മളുടെ ചെസ് ബോർഡിലെ മെറ്റീരിയൽസ് എല്ലാം ഇൻസ്റ്റിറ്റ്യൂട്ടിലായി തന്നെ. ചെസ് ബോർഡിലെ ആർമി മെൻ ഇല്ലേ, ആള് ഏറ്റവും വാല്യൂ കുറഞ്ഞ മുമ്പിൽ ഇങ്ങനെ നിരത്തി നമ്മൾ വെക്കില്ലേ ചെസ് ബോർഡില്, അതെ, അത് അതിന്റെ ഷേപ്പിലുള്ള ഗ്രീൻ കളറിലുള്ള ഇതാണ്. ഒരു ബോക്സിൽ 2 കമ്പാർട്ട്മെന്റ് ഉണ്ട്. ഒരു കമ്പാർട്ട്മെന്റിൽ ബീഡ്സ്, നമ്മുടെ മുത്ത് പച്ച കളറിലുള്ള നല്ല ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ കളറിലുള്ള ബീഡ്സ്. അപ്പുറത്തെ കമ്പാർട്ട്മെന്റിൽ ഇതുപോലെ ഇയാളുടെ ഷേപ്പിലുള്ള ഇത്. അപ്പൊ നമ്മൾക്ക് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാൻ അല്ലെങ്കിൽ ഡിവിഷൻ ചെയ്യാൻ നമുക്ക് എന്തായാലും 2 നമ്പേഴ്സ് വേണം. ഈ 2 നമ്പേഴ്സിനെ റെപ്രസെന്റ് ചെയ്യാനാണ് ഇത്. ഇവന് ആദ്യം ആ കളർ ഇഷ്ടപ്പെട്ടു, ബീഡ്സിന്റെ ഷേപ്പ് ഇഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ ആ മനുഷ്യന്റെ പോലത്തെ അത് ഇഷ്ടപ്പെട്ടു, ബോർഡിന്റെ ടെക്സ്ചർ ഇഷ്ടപ്പെട്ടു. ബോർഡിൽ കുറെ കുഴികളുണ്ട്, അത്രയൊക്കെ അവന് പറ്റുള്ളൂ, എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുള്ളൂ. അതിലെ ആ മൾട്ടിപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഡിവിഷൻ ആണെങ്കിൽ ഡിവിഷൻ എങ്ങനെ ചെയ്യണമെന്ന് കുട്ടിക്ക് അറിയില്ല. അപ്പൊ നമ്മൾ ഇതെല്ലാം ഒബ്സർവ് ചെയ്തോണ്ടിരിക്കുക. ബോർഡ് തിരിച്ചു വാങ്ങിക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്നില്ല. അതിന് പകരം നമ്മള് കൗണ്ടിങ് പഠിപ്പിക്കാനുള്ളത് അല്ലെങ്കിൽ നമ്പേഴ്സ് ഫെമിലറൈസ് ചെയ്യാനുള്ളത് ഈ 2 മെറ്റീരിയൽസുമായിട്ട് കുട്ടിയുടെ അടുത്ത് ചെയ്യണം. എന്നിട്ട് ഞാനൊരു കാര്യം കാണിച്ചു തരട്ടെ എന്ന് വളരെ സ്നേഹത്തോടെ പറഞ്ഞ് ഇത് കാണിച്ചു കൊടുക്കും. ഇത് കാണിച്ചു കൊടുത്തിട്ട് അപ്പൊ കുട്ടി ഈ ആക്ടിവിറ്റി ചെയ്യാൻ ഇൻട്രസ്റ്റ് കാണിക്കുവാണ്. അല്ലെങ്കിൽ കാർഡ്സ് ആൻഡ് കൗണ്ടേഴ്സ് ഒക്കെ ഭയങ്കര കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന രീതി തന്നെയുള്ളതാ. അപ്പൊ അത് കാണും. പിന്നെ സാൻഡ് പേപ്പർ വെച്ചിട്ട് നമ്പർ ട്രേസ് ചെയ്യാവുന്ന നമ്പേഴ്സിന്റെ അത് കൊടുക്കാം. അങ്ങനെ ഓരോരോന്ന് ചെയ്ത് കഴിയും. പിന്നെ ബീഡ്സ് ഉണ്ട്. ബീഡ് സ്ട്രിങ് ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ ഉണ്ടാക്കണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ബീഡ് സ്ട്രിങ്ങും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മോണ്ടിസോറി മെറ്റീരിയൽ ആണ്. അതിലെ ഗോൾഡൻ കളർ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഗോൾഡൻ കളർ ബീഡ്സ് കൂടുതലായിട്ട് അതിനകത്ത് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ബീഡ് സ്ട്രിങ് നമുക്ക് 1 തുടങ്ങി 10 വരെയുള്ള ബീഡ് സ്ട്രിങ്സ് ഉണ്ടാക്കാം. അത് ഒറ്റ
ഒരെണ്ണം ആയിട്ടല്ല, നമുക്ക് എത്ര സെറ്റ് വേണമെങ്കിലും ഉണ്ടാക്കി വെക്കാം. 1ന്റെ 5 ഉണ്ടാക്കണമെങ്കിൽ 5 ഉണ്ടാക്കാം. അപ്പൊ നമ്മൾക്ക് ഒരു കുട്ടിക്കല്ല, നമുക്ക് 5 കുട്ടികൾക്ക് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ 2 or 3 കുട്ടികൾക്ക് കൊടുക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ടാവും. അപ്പൊ അങ്ങനെ ഓരോ നമ്പറും ഒരു 3 or 4 സെറ്റ്സ് കൂടുതൽ ഉണ്ടാക്കി വെക്കുന്നത് നല്ലതായിരിക്കും. ഈ ബീഡ്സ് അധികം വിലയൊന്നും ഉണ്ടാവില്ല. പിന്നെ കളർ പോകുന്ന ബീഡ്സ് വാങ്ങരുത് കേട്ടോ. നല്ല ബ്രൈറ്റ് വൈബ്രന്റ് കളേഴ്സിലുള്ള ബീഡ്സ് വാങ്ങും. ഈ ബീഡ്സ് കൊടുത്തിട്ട് കൗണ്ടിങ് പഠിപ്പിക്കാം. അപ്പൊ ബീഡ്സ് കാണുമ്പോൾ അവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും, അവരിങ്ങനെ കൗണ്ട് ചെയ്യും. അല്ലെങ്കിൽ ഇനിയിപ്പം കുഞ്ഞു കുട്ടികളാണെങ്കിൽ നമ്മൾ ലൂസ് ബീഡ്സ് കൊടുത്താൽ അത് നമുക്ക് സേഫ് അല്ല. കാരണം അവർ മൂക്കിലിടാം, വായിലിടാം, ചെവിയിലൊക്കെ വെക്കാം, അങ്ങനത്തെ ഒക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം. അപ്പൊ അതുകൊണ്ടാണ് ബീഡ് സ്ട്രിങ് കുറച്ചുകൂടെ സേഫ് ആണ്. ആ സ്ട്രിങ്ങിനകത്ത് കിടക്കുവാണല്ലോ, അതിൽ നിന്ന് എടുക്കാൻ അവർക്ക് ബുദ്ധിമുട്ടാണ്. 2 സൈഡും സെക്യൂർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ബീഡ് സ്ട്രിങ് ഉണ്ടാക്കാൻ പറഞ്ഞത്. അപ്പൊ അങ്ങനെ അത് കൊടുത്ത് അവരെ കൗണ്ടിങ് പഠിപ്പിക്കാം. പിന്നെ കാർഡ്സ് ആൻഡ് കൗണ്ടേഴ്സ് എന്ന് പറഞ്ഞിട്ട് വേറൊരു സാധനമുണ്ട്. ഒരു കാർഡ് ഉണ്ടാവും, കാർഡിൽ ഫുള്ള് നമ്പേഴ്സ് എഴുതിയിരിക്കുമായിരിക്കും. 1 തുടങ്ങി 10 വരെയുള്ള നമ്പേഴ്സ് എഴുതിയിട്ടുണ്ടാവും. അപ്പൊ 1 ഉള്ള കാർഡ് കൊടുത്തിട്ട് കുട്ടികൾക്ക് കൗണ്ട് ചെയ്യേണ്ടത്. ഇപ്പൊ നമുക്ക് വന്നിരിക്കുന്ന കാർഡ്സ് ആൻഡ് കൗണ്ടേഴ്സിലെ കൗണ്ടറിന്റെ ഷേപ്പ് നമ്മുടെ മണിയില്ലേ, ബെല്ലിന്റെ ഷേപ്പാ. മുകളിലൊരു മുട്ട് പോലെ, മണിയുടെ അങ്ങനെയാണല്ലോ. അപ്പൊ ആ മുട്ട് ആ ഒരു നോബ് പോലെ ഉണ്ട്. ആ നോബിൽ ഇങ്ങനെ പിടിക്കുമ്പോൾ അവരുടെ കുഞ്ഞു വിരൽ വെച്ചല്ലേ പിടിക്കുന്നത്. അപ്പൊ ആ ഷേപ്പിലായതുകൊണ്ട് അവർക്ക് ഇങ്ങനെ പിടിച്ച് എടുക്കാൻ, അപ്പൊ ആ ഒരു വിരൽ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കും. അതിലെ മസിൽസ് ഡെവലപ്പ് ആകും. ഞങ്ങള് പഠിച്ചിരുന്ന സമയത്ത് ഉണ്ടായിരുന്ന കാർഡ്സ് ആൻഡ് കൗണ്ടേഴ്സിലെ കാർഡ് സെയിം തന്നെ, കാർഡിനകത്ത് നമ്പർ ഒക്കെ എഴുതിയിട്ടുണ്ട്. കൗണ്ടേഴ്സ് ഇങ്ങനെ കോയിൻ ഷേപ്പിലുള്ളതായിരുന്നു. നമ്മള് സ്നേക്ക് ആൻഡ് ലാഡർ ഒക്കെ കളിക്കുമ്പോൾ ഓരോരുത്തരും ഓരോ കളർ ഇങ്ങനെ വട്ടത്തിലുള്ള പൊട്ട് പോലത്തെ സംഭവം എടുക്കില്ലേ? കോയിൻ ഷേപ്പിലെ വട്ടത്തിലുള്ള ഒരു വലിയ ഒരു, എനിക്ക് തോന്നുന്നു ഒരു 1 rupee കോയിന്റെ അത്രയും വലുപ്പമുള്ള കുറെ കോയിൻ ഷേപ്പിലുള്ള കളർ, റെഡ് കളറോ ഗ്രീൻ കളറോ ഉള്ള കുറെ കോയിൻസ് പോലത്തെ. ടോക്കൺ തരുന്ന ചില ഷോപ്പുകളിലൊക്കെ പോകുമ്പോൾ നമുക്ക് ടോക്കൺ തരത്തില്ലേ? തന്നെ കറക്റ്റ്. അപ്പൊ അങ്ങനത്തെ ആയിരുന്നു ഞങ്ങൾക്ക് ഉണ്ടായിരുന്ന കൗണ്ടേഴ്സ്. അപ്പൊ ഇങ്ങനെ അതിങ്ങനെ കൗണ്ട് ചെയ്ത് എടുക്കുന്നത്. പക്ഷെ ഇപ്പൊ വന്നിരിക്കുന്ന കൗണ്ടേഴ്സ് ഇങ്ങനെ ബെൽ ഷേപ്പാ. അപ്പൊ അവരുടെ വിരലുകൾ ഇങ്ങനെ ആ നോബ് പോലത്തെ ഇങ്ങനെ പിടിക്കുമ്പോഴേക്കും അവർ നല്ല ഫോഴ്സ് കൊടുക്കും. അപ്പൊ ഇതിങ്ങനെ മസിൽ നല്ല പോലെ ആക്റ്റീവ് ആകും. അപ്പൊ അങ്ങനെ പല രീതിയിലുണ്ട്. അപ്പൊ കുട്ടി ആദ്യം ഇപ്പൊ കൗണ്ടിങ്ങും നമ്പർ ഫെമിലറൈസേഷനും കഴിയുമ്പോഴാണ് നമ്മൾ ഈ അരിത്തമെറ്റിക് ഓപ്പറേഷൻസിലേക്ക്. ഇപ്പൊ കുട്ടി കൗണ്ടിങ് ഒക്കെ ചെയ്യുന്നതോടെ ഇടയ്ക്ക് ഫെസിലിറ്റേറ്റർക്ക് പറയാം, ഇതിപ്പോ കഴിയുമ്പോൾ നമുക്കിത് ചെയ്യാം. ഇത് ഈ കൊണ്ടുവന്ന ബോർഡ് ഗെയിം അത് കഴിഞ്ഞിട്ട് ചെയ്യാന്ന് പറയുമ്പോൾ കുട്ടി കൺവിൻസ്ഡ് ആകും. കാരണം ഓൾറെഡി ആ ഉള്ള ഫെസിലിറ്റേറ്റർ ഷൗട്ട് ചെയ്യൂ, വഴക്ക് പറയൂ, അങ്ങനെയൊന്നും ചെയ്യുന്നതല്ല. നല്ല കെയറും ലവും അഫക്ഷനും കൊടുക്കുന്ന ഒരാളായതുകൊണ്ട് കുട്ടികൾ ആ റൂൾസ് അവർ ഫോളോ ചെയ്യും. മനസ്സിലായോ? റൂൾസ് ഫോളോ ചെയ്യുന്നതിലെ ആ ഒരു വ്യത്യാസം. നമുക്ക് പേടിപ്പിച്ച ഒരു കുട്ടിയെ അനുസരിപ്പിക്കാം, സ്നേഹത്തോടെ അനുസരിപ്പിക്കാം. കുഞ്ഞുങ്ങളുടെ വാർത്താണ് അവരുടെ മനസ്സിൽ എപ്പോഴും നിൽക്കുക. പേടി വന്നു കഴിഞ്ഞാൽ അവർക്ക് പിന്നെ ചെയ്യുന്നതും അവർക്ക് പേടിയായിരിക്കും കാര്യങ്ങൾ ഓരോന്നും ചെയ്യാനായിട്ട്. അപ്പൊ ഇതാണ്. അപ്പൊ റെസ്പെക്ട് ഫോർ മെറ്റീരിയൽസ് ഉണ്ട്. മെറ്റീരിയൽസ് എടുക്കാനുള്ള എല്ലാ ഫ്രീഡവും ഉണ്ട്. അതെല്ലാം ഇങ്ങനെ എക്സിബിറ്റ് ചെയ്തിരിക്കുക, എല്ലാം കാണുന്ന രീതിയിൽ തന്നെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ക്ലാസ് ഡിസ്റ്റർബ് ചെയ്യാതെ അത് പോയി എടുക്കണം എന്നുള്ളത് ആദ്യമേ തന്നെ ഗൈഡൻസ് അവന് കിട്ടിയിട്ടുണ്ടാകും. മറ്റുള്ള കുട്ടികളെ ഡിസ്റ്റർബ് ചെയ്യാത്ത രീതിയിൽ അത് പോയി എടുക്കണം എന്നുള്ളത്. നെക്സ്റ്റ് വന്നിട്ട് റെസ്പെക്ട് ടു ദ എൻവയോൺമെന്റും റെസ്പെക്ട് ഫോർ ഹിംസെൽഫ്. പറഞ്ഞുതരോ മിസ്സേ? ആ 5 ഏരിയാസ് 5ാമത്തെ പോയിന്റ് ഒന്ന് പറഞ്ഞുതരോ? 5 ഏരിയാസോ? അതായത് ലാംഗ്വേജ് ഏരിയ, പ്രാക്ടിക്കൽ ഏരിയ, മാത്തമാറ്റിക്കൽ ഏരിയ 4ാമത്തെ ഏരിയ വന്നു. മാത്തമാറ്റിക്കൽ ഏരിയയിലാണ് നമ്മൾ നമ്പർ ഫെമിലറൈസേഷനും കൗണ്ടിങ്ങും അഡീഷൻ, സബ്ട്രാക്ഷൻ, ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ ഒക്കെ വന്നു. ഇനി ലാസ്റ്റ് ഏരിയ എന്ന് പറയുന്നത് സയൻസ് ആൻഡ് അതർ കൾച്ചറൽ ഏരിയ. അതാണ് ലാസ്റ്റ് ഏരിയ എന്ന് പറയുന്നത്. അതായത് സയൻസ് ഏരിയ എന്നൊക്കെ പറയുമ്പോഴേക്കും നമുക്ക് അവിടെ സോളാർ സിസ്റ്റത്തിന്റെ ഒരു മോഡൽ കാണാം, അല്ലെങ്കിൽ അതിന്റെ ഒരു പിക്ചർ കാണാം, ഗ്ലോബ് ഉണ്ടാകും, മാപ്പ് ഉണ്ടാകും, ജോഗ്രഫി സെഷൻ ഒക്കെ വരുന്നതേ. ഓക്കെ, ജോഗ്രഫി സെഷൻ. പിന്നെ അതുപോലെ തന്നെ ഗാർഡൻ ഉണ്ടാകും. പിന്നെ ചില മോണ്ടിസോറി സ്കൂളുകളിൽ പെറ്റ്സ് ഉണ്ടാകും. ഞാൻ പോയെടുത്തൊരു ഡോഗായിരുന്നു കേട്ടോ. പെറ്റ്സ് ഉണ്ടാകും, ക്യാറ്റ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണും. അതൊക്കെ ഫ്രീ ആയിട്ട് നടക്കുന്ന പെറ്റുകളൊക്കെ ആണല്ലോ. അപ്പൊ അങ്ങനെ ഉണ്ടാവും. വാട്ടർ ഏരിയ ഉണ്ടാവും, വെള്ളത്തിൽ കളിക്കാൻ പറ്റുന്ന ഏരിയ ഉണ്ടാകും.
സാൻഡ് പിറ്റ് ഏരിയ ഉണ്ടാവും, പിന്നെ ചെടി നടാനും ചെടി നനയ്ക്കാനും അങ്ങനെ. യെസ് മാം ഞാനേ ഒന്ന് ജസ്റ്റ് ഒന്ന് ലെഫ്റ്റ് ആയി പോയി. ആ 5ാമത്തെ ഏരിയ ഒന്നും കൂടി പറയാൻ പറ്റുമോ? സയൻസ് എന്ന് മാത്രമേ കേട്ടുള്ളൂ. 5ാമത്തെ ഏരിയ എന്ന് പറഞ്ഞിരിക്കുന്ന സയൻസ് ആൻഡ് അതർ കൾച്ചറൽ ഏരിയ, മ്യൂസിക് ഏരിയ ഉണ്ടാകും അതിനകത്ത്, പിന്നെ വാട്ടർ പ്ലേ ഏരിയ ഉണ്ടാകും, സാൻഡ് പിറ്റ് ഉണ്ടാകും, കുട്ടികളെ കൊണ്ട് മണ്ണൊക്കെ കുഴപ്പിക്കും കാല് വെച്ചിട്ട്, അങ്ങനെയൊക്കെ ചെയ്യിക്കും. പണ്ട് ആളുകള് വയലിൽ പണിയെടുത്തിരുന്നൊക്കെ അങ്ങനെയല്ലേ, അങ്ങനത്തെ ഒരു ഏരിയ ഉണ്ടാവും. ചെടി നടിക്കും, ചെടി നനയ്ക്കും, അങ്ങനെ ചെടികളെ നോക്കുക, പിന്നെ അങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെയാണ് ഈ സയൻസ് ആൻഡ് അതർ കൾച്ചറൽ ഏരിയയിൽ വരുന്നത്. മ്യൂസിക് ഇൻസ്ട്രുമെന്റ്സ് ഉണ്ടാകും അവിടെ, പിന്നെ പല രീതിയിലുള്ള ഇപ്പൊ കേരളത്തിന്റെ മാപ്പ്, ഇന്ത്യയുടെ മാപ്പ്, ഏഷ്യയുടെ മാപ്പ്, അങ്ങനെയൊക്കെയുള്ള പല ഇതിലും പോണ്ട് വർക്ക്. അതിന് മുമ്പ് ഒരു മെസ്സേജ് വന്നിട്ട് ശ്രമിച്ചിരുന്നു. അഞ്ജുവിന്റെ ട്രെയിനിങ്ങിന് പോയ സ്കൂളിൽ ഒരു ടീച്ചർക്ക് പകരം ക്ലാസ് എടുക്കാൻ വിളിച്ചു, അതാണ് ക്ലാസ്സിൽ കയറാത്തത്. 2 ക്ലാസ് കഴിഞ്ഞു അഞ്ജു? വലിയ പോയോ? ഓക്കെ. സോ അങ്ങനെയാണ് സയൻസ് ആൻഡ് അതർ കൾച്ചറൽ ഏരിയയിൽ വരുന്നത്. ജോഗ്രഫി ഷെൽഫ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും ഈ സയൻസ് ആൻഡ് അതർ കൾച്ചറൽ ഏരിയയില്. ബോട്ടണി ഷെൽഫ് കാണും, സുവോളജി ഷെൽഫ് കാണും, അനിമൽസിന്റെ പിക്ചേഴ്സ്, പ്ലാന്റ്സിന്റെ പിക്ചർ, പ്ലാന്റ്സ് നേരിട്ട് നടുന്നത്, അതൊക്കെ ഉണ്ടാവും അവിടെ. ഇതൊക്കെയാണ് സയൻസ് ആൻഡ് അതർ കൾച്ചറൽ ഏരിയയിൽ വരുന്നത്. ജോഗ്രഫി, ഹിസ്റ്ററി, ബോട്ടണി, സുവോളജി, പെറ്റ്സിന്റെ സൈഡ്, പ്ലാന്റ്സിന്റെ സൈഡ്, പോണ്ട് ഏരിയ, വാട്ടർ പ്ലേ ഏരിയ, സാൻഡ് പിറ്റ്, അങ്ങനെ കുറെ കാര്യം, മ്യൂസിക്കൽ ഏരിയ, ഇതെല്ലാമാണ് ഈ ലാസ്റ്റ് ഏരിയയിൽ വരുന്നത്. ഓക്കെ, അതിൽ നമുക്ക് കാര്യമായ പ്രാക്ടിക്കൽസ് ഒന്നും ചെയ്യാനില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതെല്ലാം അവിടെ പിക്ചേഴ്സ് ആയിട്ടോ മോഡൽസോ ആയിട്ടോ വെച്ചിരിക്കുന്നത്. പിന്നെ വാട്ടർ ഏരിയ ഒക്കെ പുറത്ത് ഔട്ട്ഡോറിൽ അവർക്ക് കളിക്കാവുന്ന രീതിയിൽ വാട്ടർ പ്ലേ ഏരിയ, അങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ടാവും, ചെടികൾ നടുന്നത്, അതൊക്കെ അല്ലാതെയുള്ള കുറച്ച് പ്രാക്ടിക്കൽ കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഓക്കെ, so next 2, respect to the environment, respect for himself. അതാരാ റീഡ് ചെയ്യാൻ? ഞാൻ വായിക്കാം മാം. Respect to the environment. The child has complete independence within the designed environment as long as he treats all aspects of it with care and respect. He should treat cold children and teachers with grace and courtesy. He should care for the physical aspects of it to the best of his ability. Respect for himself. It is not enough for the child to consider others with mercy and courtesy. He has to respect himself. He must use the materials with respect to himself without self-destruction. ഓക്കെ, റെസ്പെക്ട് ടു ദ എൻവയോൺമെന്റ്. കുട്ടി ഹാൻഡിൽ ചെയ്യുന്ന സ്ഥലം കംപ്ലീറ്റ് ഇൻഡിപെൻഡൻസ് ആയിരിക്കും. ആ ഒരു എൻവയോൺമെന്റിൽ ഫ്രീഡം കൊടുത്തിട്ടുണ്ടല്ലോ എൻവയോൺമെന്റിൽ. അങ്ങനെ വരുമ്പോ അങ്ങനെ ഒരു ഫ്രീഡം കൊടുക്കുമ്പോൾ, നമ്മൾ പറയില്ലേ ഒരു കാര്യം കൊടുക്കുമ്പോൾ തിരിച്ച് റിട്ടേൺസ് വേണമെന്ന് പറയുന്ന പോലെ തന്നെ അങ്ങനെ ഒരു ചാൻസ്, ആ ഒരു എന്താ പറയാ, ഒരു ഫ്രീഡം അവന് കൊടുക്കുന്ന സമയത്ത് സോ അവന്റെ ഉള്ളിലും ഇതുപോലെ കെയർ, റെസ്പെക്ട് വരും. എനിക്കിത് കിട്ടിയല്ലോ, സോ ഐ ഹാവ് ടു ഡു സോ ആൻഡ് സോ എന്നുള്ള രീതിയിൽ ആ ഒരു കെയറും റെസ്പെക്റ്റും കാണിക്കും. എല്ലാ കുട്ടികളെയും ടീച്ചേഴ്സിനെയും ഫെസിലിറ്റേറ്റർമാരെയും എല്ലാം ആ ഒരു നന്ദി, അവരോടൊരു ഗ്രാറ്റിറ്റ്യൂഡ്, ആ ഒരു രീതിയിൽ തന്നെ പെരുമാറും. ഓക്കെ, പിന്നെ ഇരിക്കുന്ന ഏരിയ, അവൻ അവിടെ കൈകാര്യം ചെയ്യുന്ന ഏരിയ, അത് ആ ഒരു ഫിസിക്കൽ ആസ്പെക്ട്സ്, ആ ഏരിയയുടെ എല്ലാ കാര്യങ്ങളും അവന്റെ കഴിവിനനുസരിച്ച് റെസ്പെക്ട് ചെയ്യും. പിന്നെ മറ്റുള്ളവരെ റെസ്പെക്ട് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഒരു സെൽഫ് റെസ്പെക്ട്, അവനോട് തന്നെ റെസ്പെക്ട് ചെയ്യും. ഈവൻ ചില മെറ്റീരിയൽസ് എടുക്കുമ്പോൾ സ്വന്തം ഇഷ്ടം, ഒരു ഇൻട്രസ്റ്റ് കൊണ്ടാണല്ലോ, ദാറ്റ് മീൻസ് ഹീസ് കൺസിഡറിങ് ഹിസ് ഇൻട്രസ്റ്റ്, അവന്റെ ഇൻട്രസ്റ്റിനോട് താല്പര്യം കാണിക്കുന്നു. ഹീസ് റെസ്പെക്ടിങ് ഹിംസെൽഫ് എന്നുള്ള രീതിയിലാണ്. അപ്പൊ അതാണ് ഫസ്റ്റ് നമ്മൾ മറ്റുള്ളവരോട് കാണിക്കുന്ന റെസ്പെക്ട്, മെറ്റീരിയലിനോട് കാണിക്കുന്ന റെസ്പെക്ട്, അവൻ ആ ആക്ടിവിറ്റീസ് ചെയ്യുന്ന എൻവയോൺമെന്റിനോടുള്ള റെസ്പെക്ട്, അവനോട് തന്നെയുള്ള റെസ്പെക്ട്. അപ്പൊ അങ്ങനെ ആ ഒരു എൻവയോൺമെന്റ് എന്ന് പറയുമ്പോൾ അവിടെയുള്ള എല്ലാ ആളുകളും പെടും. അവിടെ വെച്ചിരിക്കുന്ന സാധനങ്ങൾ ഉൾപ്പെടെ ഫെസിലിറ്റേറ്റർ, മറ്റുള്ള കുട്ടികൾ, അവിടെ അസിസ്റ്റന്റ്, ഡയറക്ടർസ്, അവിടെ ഏതെങ്കിലും ക്യാറ്റ്, ഡോഗ് അങ്ങനെയുള്ള പെറ്റ്സ് ഉണ്ടെങ്കിൽ അത്,
കിളികളുണ്ടെങ്കിൽ അത്. ഇപ്പൊ ചില ഇടത്ത് നിറയെ ചെടികളൊക്കെ ഉണ്ടെങ്കിൽ കിളികളെ ഒന്നും കൂട്ടിലിട്ട് അങ്ങനെ ചെയ്യില്ല. അതൊക്കെ അങ്ങനെ വരും. ബട്ടർഫ്ലൈ വരും, തുമ്പി, അങ്ങനത്തെ കാര്യങ്ങൾ, അങ്ങനെ പല മോത്ത്, അങ്ങനത്തെ പല ജീവികളും വരും. എല്ലാത്തിനോടും റെസ്പെക്ട് ചെയ്യാന്നുള്ളതാണ് അവൻ ചെയ്യുന്നത്. പിന്നെ സെൽഫ് റെസ്പെക്ട് ഓൾസോ. നെക്സ്റ്റ്, പ്രോഗ്രസ് അറ്റ് ഹിസ് ഓൺ റേറ്റ് ഓഫ് ഡെവലപ്മെന്റ്. അത് മാത്രം ഒന്ന് ആരെങ്കിലും വായിക്കാമോ? 5th one. No child is ever retarded in a Montessori environment. Each child is permitted to develop at his own rate. Since all activities in the Montessori environment are individually presented to each child, children are permitted to develop at his pace. To compassion and reward are permitted in the environment. In the classroom environment, we talk about independence within limits. We allow children freedom in many aspects. ഒരു കുട്ടിയും റീട്രീറ്റ്, അതായത് മൂവ് ബാക്ക്, പുറകിലേക്ക് ആക്കില്ല മോണ്ടിസോറി എൻവയോൺമെന്റിൽ. എല്ലാ കുട്ടികളെയും മുന്നിലേക്ക് വരുന്ന രീതിയിൽ ഈക്വൽ ആയിട്ടുള്ള ആ ഒരു ഓപ്പർച്യൂണിറ്റി, ഇമ്പോർട്ടൻസ് ആണ് കൊടുക്കുന്നത്. റീട്രീറ്റ് എന്നാണ് മൂവ് ബാക്ക്, അവരെ ബാക്കിലേക്ക് വലിക്കില്ല, പുറകോട്ടാക്കുക. ചില ട്രഡീഷണൽ മെത്തേഡിൽ അങ്ങനെയല്ലല്ലോ പഠിക്കുന്നത്. അവിടെ ഒരു ഡിസ്ക്രിമിനേഷൻ പല ഏരിയയിലും വരും. അപ്പൊ അങ്ങനെ ഓരോ കുട്ടിക്കും അവന്റേതായ സ്പീഡ്, ഒരു കൗണ്ട് ചെയ്യാനായിട്ട് 2 കുട്ടികളൊക്കെ സെയിം മെറ്റീരിയൽസ്, ഇപ്പൊ മെറ്റീരിയൽസ് ചിലപ്പോ 2-3 സെറ്റ്സ് ഒക്കെ കാണും. കൗണ്ടിങ്ങിന് വേണ്ടിയിട്ട് ഒരു കുട്ടിക്കും കൊടുത്തു, വേറൊരു കുട്ടിക്കും കൊടുത്തു. എ എന്നുള്ള കുട്ടിയും ബി എന്നുള്ള കുട്ടിയും. എ എന്നുള്ള കുട്ടി പെട്ടെന്ന് അത് ചെയ്തു, 5 minutes കൊണ്ട് ചെയ്തു. പക്ഷെ ബിക്ക് കുറച്ചുകൂടെ ടൈം എടുത്തു. അതൊന്നും അവര് ഡിസ്റ്റർബ് ചെയ്യരുത്. ഓരോരുത്തർക്കും അവരുടെ സ്പീഡിൽ, അവരുടെ ഓൺ റേറ്റ്, ഓൺ പേസിൽ ആയിട്ട് അലോ ചെയ്യണം. അതിനുള്ള ഫ്രീഡം കൊടുക്കണം അവരുടെ ആക്ടിവിറ്റി ചെയ്യാനായിട്ട്. ഓരോ ആക്ടിവിറ്റിയും ഓരോ കുട്ടിക്കും ഇൻഡിവിജ്വൽ ആയിട്ട് അവിടെ പ്രസന്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെ അവർക്ക് ഇഷ്ടമുള്ള മെറ്റീരിയൽസ് എടുത്തുകൊണ്ട് വന്ന് തന്നെത്താനെ ചെയ്ത് ഡെവലപ്പ് ചെയ്യാണ്. നമ്മളൊരു ഡെമോ കൊടുക്കും, ഒരു ഗൈഡൻസ്, ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്യും മെറ്റീരിയൽസ്. ഇതെങ്ങനെയാണ് ചെയ്യുന്നത്, എന്തൊക്കെയാണ്, ഇതെങ്ങനെ പിടിക്കണം, അങ്ങനെയുള്ള രീതിയിലൊക്കെ. അപ്പൊ അത് വെച്ചിട്ട് ആ റൂൾസ് ഫോളോ ചെയ്ത് റെസ്പെക്ട് ചെയ്താണ് കുട്ടികൾ ഓരോന്ന് ചെയ്യുന്നത്. ഇവിടെ ഫ്രീഡം വിത്തിൻ ദ ലിമിറ്റ്സ് ആണ്, ഇൻഡിപെൻഡൻസ് വിത്തിൻ ലിമിറ്റ്സ്, അങ്ങനെ ആണ് മോണ്ടിസോറി എൻവയോൺമെന്റിൽ. അപ്പം ആ ലിമിറ്റ്സ് മനസ്സിലാക്കി അവർ ചെയ്യുന്ന കാര്യങ്ങൾ അവരിഷ്ടപ്പെട്ട് അവർ ചെയ്യും. നമുക്കൊരു 13 വരെ പോയിന്റ്സ് ഉണ്ട്. സോ നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ, സൈൻ ഔട്ട് ആരെങ്കിലും ഉണ്ടോ? ഞാൻ ചെയ്യാം മാം. അസൈൻമെന്റ് എന്തോ ജയദേവ് സാറിന്റെ അസൈൻമെന്റിനെ കുറിച്ച് പറഞ്ഞുതരാന്ന് പറഞ്ഞായിരുന്നു. യെസ്, അതൊന്ന് പറയട്ടെ കേട്ടോ. സെലൻ, അസൈൻമെന്റ് ഇത്രയേ ഉള്ളൂ. നമ്മൾ ആഡ് ചെയ്യില്ലേ, നമ്മളുടെ ന്യൂസ് പേപ്പറിന്റെ കൂടെ ചില ആഡ് ഒക്കെ വരാറില്ലേ? യെസ് മാം. ഇങ്ങനെ നോട്ടീസിൽ നല്ലപോലെ ചില കാര്യങ്ങൾ ഹൈലൈറ്റ് ചെയ്യും. എന്തെങ്കിലും ഓഫർ ഉണ്ടെങ്കിൽ അത് ഹൈലൈറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും സ്പെഷ്യാലിറ്റി, എന്തെങ്കിലും ഫീച്ചർ ഉണ്ടെങ്കിൽ അത് ഹൈലൈറ്റ് ചെയ്യുന്നു. ഒരു ബ്യൂട്ടി പാർലർ ഒക്കെ ആണെങ്കിൽ അവർ കൊടുക്കുന്ന സേവനങ്ങൾ വേറെ എവിടെയും കിട്ടാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഹൈലൈറ്റ് ചെയ്യുന്ന രീതിയിൽ, അല്ലെങ്കിൽ പാക്കേജസ്, അങ്ങനത്തെ പല പല കാര്യങ്ങൾ. ഇപ്പൊ ട്യൂഷൻ സെന്റർ തുടങ്ങാൻ പോകുന്നു. സോ എന്തെല്ലാം ഫീച്ചേഴ്സ് ആയിരിക്കും അവർ പ്രൊവൈഡ് ചെയ്യുന്നത്, എന്തെല്ലാം സപ്പോർട്ട് ചെയ്യും, അങ്ങനെയുള്ള രീതിയിലൊക്കെ നമ്മൾ അഡ്വർടൈസ്മെന്റ് പ്രിപ്പയർ മാം, എന്താ ഒരു പരസ്യം ചെയ്യുന്ന പോലെ. അതെ അതെ അതെ, അതുപോലെ ചെയ്യണം. ഒരു പോസ്റ്റർ പോലെയോ അങ്ങനെ രീതിയിൽ ചെയ്തോ. മാം 1 പേജ് കവർ ചെയ്തിട്ട് ചെയ്താൽ മതി അല്ലേ? 1 പേജ് കവർ ചെയ്തിട്ട് നമ്മൾ ഡിസൈൻസ് ചെയ്തിട്ട് ഓഫേഴ്സ് അങ്ങനെയൊക്കെ ചെയ്തിട്ട് നമ്മൾ പോയിന്റ് വൈസ് എഴുതിയാലും നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പേര് വെച്ചാണോ മാം എഴുതേണ്ടത്? അതാണ്. ഇതിൽ പറഞ്ഞിട്ടുണ്ടോ, എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നോ ടോപ്പിക്? ആഡ് ചെയ്യാനാണ് ഇത് പറഞ്ഞിട്ടില്ല മാം. താഹിറ ചെയ്തു എന്ന് പറഞ്ഞു. താഹിറ എന്താ ചെയ്തേ? ഞാന് അത് ഇൻസ്റ്റിറ്റ്യൂട്ടിനെ പറ്റി തന്നെ, അവിടുത്തെ മാനേജ്മെന്റ് അതിനെ പറ്റിയിട്ടൊക്കെയുള്ള ടോപ്പിക് തന്നത്. നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ പറ്റിയിട്ട് തന്നെ. അപ്പൊ അതിനെ പറ്റി ഞാന് ഈ കോഴ്സ് എടുക്കാനുള്ള ഒരു കാരണവും പിന്നെ അതിനെ പറ്റി അതിന്റെ ഫീസിന്റെ അളവ്, അങ്ങനെ ആ സ്ഥാപനത്തിനെ പറ്റിയിട്ടുള്ള ഒരു ആഡ് പോലെ തന്നെയാണ് എഴുതിയിട്ടുള്ളത്. ഫീസ് കാര്യങ്ങൾ, പിന്നെ അതുപോലെ പിന്നെ അതിൽ ചേർന്നതിന് ശേഷമൊക്കെ ഉണ്ടായ ഒരു അനുഭവം
അങ്ങനെ ഒരു പിന്നെ ഇനി ഞാനിങ്ങൊരു പിന്നെ ഡെഡിക്കേറ്റ് ചെയ്യണമെങ്കിൽ ഞാൻ സ്മാർട്ട് ഷീനെ തന്നെ ചെയ്യും എന്നുള്ള ഒരു രീതിയിലൊക്കെയാണ് ഞാൻ എഴുതിയിട്ടുള്ളത്. പിന്നെ എൻ്റെ ഒരു 3 ഫ്രണ്ട്സുകൾ ഇപ്പൊ ഞാൻ ചേർന്നതിന് ശേഷം എൻ്റെ അനുഭവത്തിലൂടെ ഒരു 3 ചേർന്നിട്ടുണ്ട്. അപ്പൊ അതും കൂടെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് അതില്. ഏത് ബാച്ചാ? അവര് ഒരാള് പിന്നെ ജനുവരി ബാച്ചിലാണ്, ഒരാൾ ഡിസംബർ ബാച്ചിലാണ് വരുന്നത്. അത് ഏതാ അറിയില്ല. ഒരാൾ ഡിസംബറിലാണ് ചേർന്നിക്കുന്നത്, ഒരാൾ ജനുവരിയിലാണ് ചേർന്നിക്കുന്നത്. പിന്നെ ഒരാൾ എന്റെ കൂട്ടത്തില് ജൂലൈ ബാച്ചിൽ തന്നെ ഉണ്ട്. വാട്സപ്പ് മെസ്സേജ് ചെയ്തിട്ടുണ്ട്. ഏത് നമ്പറിലേക്കാ? ഒന്ന് നോക്കണേ. എന്റെ നമ്പറിലേക്കാണോ? അതെ അതെ. മനസ്സിലാലോ. കുറച്ച് ദിവസമായി ഞാൻ അയച്ചിട്ട് മിസ് അത് നോക്കിയിട്ടില്ല. ഒന്ന് നോക്കണേ. ഞാൻ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പ്രിപ്പറേഷനിലൊക്കെ ആയത്, അതുകൊണ്ടായിരിക്കും. ഓക്കെ മിസ്. ഫ്രീ ഫാത്തിമ കിടക്കുന്നുണ്ട്. ഏത് ഫാത്തിമയെന്ന് മനസ്സിലാവും. മിസ് വാട്സപ്പിൽ റിപ്ലൈ തന്നാ മതി പിന്നീട് ഫ്രീ ആകുമ്പോ. എനിക്കൊരു ഹായും കൂടി ഇട്ട് ഇടുവാണെങ്കിൽ എനിക്ക് പെട്ടെന്ന് എളുപ്പത്തിൽ നോക്കായിരുന്നു. ഓക്കെ മിസ്, ഞാൻ ഇട്ടേക്കാം ക്ലാസ് കഴിഞ്ഞിട്ട്. അപ്പൊ മിസ് തന്നെയാണോ ഞങ്ങളുടെ എക്സാമിനുള്ള ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കുക? നിങ്ങളുടെ തിയറി പേപ്പേഴ്സ് നോക്കുന്ന എല്ലാരും പ്രിപ്പയർ ചെയ്യും. ഇപ്പോഴുള്ള 2 ബാച്ചിന് ഞാനും അശ്വതി മിസ്സും മാത്രമേ ഉള്ളൂ. അശ്വതി എന്ന് പറഞ്ഞൊരു മിസ്സുണ്ട്. ഞങ്ങൾ 2 മാത്രമേ ഉള്ളൂ. ഇത്ര ടഫ്. അതില് ഡിപ്ലോമ കോമൺ ആയിട്ട് വരുന്ന 7 സബ്ജക്ട്സ് ഇല്ല, ഇംഗ്ലീഷ് ഉൾപ്പെടെ 5 എണ്ണം എനിക്ക് പ്രിപ്പയർ ചെയ്യണം. ഓ അങ്ങനെ. അപ്പൊ ഞങ്ങളുടേതാകുമ്പോ അതില് മറ്റു ഞങ്ങൾക്ക് എടുക്കണ എല്ലാ മിസ്സുമാരും വരും. ഓക്കെ. മാം ഈ അസൈൻമെന്റ് മലയാളത്തിൽ തന്നെയല്ലേ ചെയ്യേണ്ടത്? അങ്ങനെ നിങ്ങൾക്ക് 2ാമത് മെസ്സേജ് വന്നതാണല്ലോ ഞാൻ കേട്ടത്. വന്നിട്ടുണ്ട് മിസ്സേ. ഓക്കെ, ആരോ റെഡി ആയിരുന്നല്ലോ. ഇത് സൈൻ ഔട്ട്. The future belongs to those who believe in the beauty of their dreams. ഭാവി അവരുടെ സ്വപ്നങ്ങളുടെ സൗന്ദര്യത്തിന് വിശ്വസിക്കുന്നവർക്കാണ് സ്വന്തമാക്കുക. സൈൻ ഔട്ട് ബൈ സെലിം. Okay, thank you so much. Have a nice day. Thank you, ma'am. 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 Thank you, ma'am.